بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മുടെ ദീൻ പഠിക്കുവാനുള്ള, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു സമ്പൂർണമായ പഠനത്തിനുള്ള ഒരു വേദി നമ്മുടെ പെരിന്തൽമണ്ണ സലഫി കോംപ്ലക്സിൽ വെച്ച് ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ഗൾഫിലുള്ള സലഫി പ്രവർത്തകന്മാരുടെയും അതേപോലെ തന്നെ വൈലക്സിലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെയും നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള സലഫി പ്രവർത്തകന്മാരുടെയും സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമാണ് ദിറാസത്തുദ്ദീൻ, ഇസ്ലാം സമ്പൂർണ്ണ പഠനം. ദീൻ പഠിക്കുവാനുള്ള ഒരു നല്ല ഒരവസരമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ, മഗ്രിബിന്റെ സമയം മാറി മാറി വരുന്നതുകൊണ്ട് മഗ്രിബ് ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിന് ശേഷം ആരംഭിക്കുന്ന രൂപത്തിലാണ് ഈ പരിപാടിയുടെ സമയം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും. ഇതിന്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ നമ്മുടെ സലഫി പ്രബോധനത്തിലെ അതിശക്തമായ ഒരു വഴിത്തിരിവ് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക പഠനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു സമ്പൂർണമായ ഒരു അറിവിനോ ഒരു പഠനത്തിനോ ഒരു ഉത്സാഹം പൊതുവെ പൊതുജനങ്ങളിൽ കുറഞ്ഞു വന്നിരുന്ന ഒരവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സലഫി പ്രബോധന രംഗത്തെ, ഇസ്ലാഹി പ്രബോധന രംഗത്തെ ഒരു പ്രത്യേകതയായിരുന്നു. എന്നാൽ നമുക്കിടയിലുണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ദീനിനെക്കുറിച്ച് ശരിക്ക് പഠിക്കുവാനുള്ള ഒരു താല്പര്യം ആളുകളിൽ കണ്ടു തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾക്ക് പഠിക്കുവാനുള്ള പഠനവേദികൾ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വന്നു. നമ്മുടെ വിജ്ഞാനവേദികൾ, അതേപോലെ തന്നെ QHLS-കൾ, പല സ്ഥലങ്ങളിൽ നടക്കുന്ന പൊതുപരിപാടികൾ, അതേപോലെ പല പ്രദേശങ്ങളിലും തഅലീമായിട്ട് കിതാബുകൾ വെച്ച് പണ്ഡിതന്മാർ വായിച്ചു കൊടുക്കുന്ന രൂപം, ഇങ്ങനെ വ്യത്യസ്തമായ പഠന രീതികൾ നമ്മുടെ നാട്ടിൽ കടന്നു വരികയും ധാരാളം ആളുകൾ താല്പര്യത്തോടുകൂടി അതിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു അപൂർണത, അതിന്റെ പരിഹാരമാണ് യഥാർത്ഥത്തിൽ ദിറാസത്തുദ്ദീൻ. അതായത് ഇപ്പോൾ ഒരു വിജ്ഞാനവേദിയൊക്കെ ഒരാൾ പോകുന്ന സമയത്ത് അവിടെ ഏതാണോ പ്രസക്തമായി തോന്നുന്നൊരു വിഷയം അത് തെരഞ്ഞെടുക്കുക, അതിൽ പ്രഭാഷണം നടത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരാളായിരിക്കും ആ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക. അതേപോലെ ഖുതുബകൾ, ആ ഖതീബിനെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികമായി തോന്നുന്നൊരു വിഷയം അവിടെ പഠിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഒരു 10 കൊല്ലോ 15 കൊല്ലോ 25 കൊല്ലോ ഒരേ പള്ളിയിൽ ജുമാക്ക് കൂടിയാലും ഒരേ ക്ലാസ്സുകളിൽ പങ്കെടുത്താലും ചിലപ്പോൾ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ അയാൾ ജീവിതത്തിൽ തീരെ കേൾക്കാതെ പോകും. കാരണം ഒരു ക്രമപ്രബുദ്ധമായിട്ടുള്ള ഒരു പഠന രീതി ഇല്ലെങ്കിൽ അറിയേണ്ട പല കാര്യങ്ങളും വിട്ടുപോകാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗൾഫിൽ നിന്ന് ഇതിന്റെ സംഘാടനത്തിന് മുന്നോട്ട് വന്ന സഹോദരന്മാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. അതായത് തലക്കന്ന് ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ, അതിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ സമ്പൂർണമായി നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ വിശ്വാസി അടിസ്ഥാനപരമായി എന്തൊക്കെ അറിയണോ അത് മുഴുവൻ ഓരോ അധ്യായങ്ങളായി പഠിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ സാധാരണഗതിയിലും ഒരു പുസ്തകത്തെ കേന്ദ്രീകരിച്ച് മാത്രം പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ആഴമായ ഒരു പഠനം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അതിലൊരു വിരസത അനുഭവപ്പെട്ടേക്കാം.
ആഴമായി പഠിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഒരു പുസ്തകം വായിച്ച് പരിഭാഷപ്പെടുത്തി വിശദീകരിച്ച് പോകുമ്പോൾ അതവർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആഴമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒരു അടിസ്ഥാനപരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സമ്പൂർണമായൊരു പഠനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ ദിറാസത്തുദ്ദീനിനെ നമ്മുടെ ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിങ്ങനെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം കുറച്ച് ക്ലാസ്സുകൾ, ഒരു 10-100 ക്ലാസ്സുകളെ കൊണ്ട്, ഒരു 100 ആഴ്ചകളെ കൊണ്ട് ഒരു പക്ഷേ സമ്പൂർണമായി ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ അത് തുടർന്നു കഴിഞ്ഞാൽ ആ പഠനം പൂർത്തിയാകുന്നത് വരെ ഇത് തുടരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2 കാര്യം ഇവിടെ പ്രാധാന്യപൂർവ്വം ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുണ്ട്. ഒന്നാമത്തത്, ഇതിന്റെ 1ാമത്തെ ക്ലാസ് മുതൽ ഇനി ഒരു തിങ്കളാഴ്ചയും ഇത് നഷ്ടപ്പെട്ടു പോകാതെ തുടർച്ചയായി കേൾക്കാൻ നമ്മുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, അല്ലെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ salafi.tv.com ലൈവായിട്ട് ഇത് നേരിട്ട് കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലാസ് പോലും മിസ്സാവാതെ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ സമ്പൂർണ്ണ ഇസ്ലാമിക പഠനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, അതിലൊരു ക്ലാസ്സും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല, സാധിക്കുമെങ്കിൽ നമ്മൾ ഇന്നു മുതൽ തന്നെ ഒരു നോട്ട് പുസ്തകവും ഒരു പേനയും സംഘടിപ്പിച്ച് നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുകയാണെങ്കിലും നേരിട്ട് വരികയാണെങ്കിലും നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പ്രധാന കാര്യം, അല്ലെങ്കിൽ പുതിയൊരു അറിവായി നമുക്ക് കിട്ടുന്ന കാര്യം നമ്മുടേതായ ഭാഷയിൽ എഴുതി വെക്കാനും അത് ആവർത്തിച്ച് വായിച്ചു നോക്കാനും ശ്രമിച്ചാൽ ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമുക്കറിയുന്ന ആശയങ്ങൾ കൈമാറുവാനുള്ള ഒരു പഠന രീതിയായി ഇത് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇന്നൊരു പക്ഷേ നമ്മളുടെ ശ്രോതാക്കൾ അതേപോലെ തന്നെ ബൈലക്സിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു തുടക്കം എന്ന നിലക്ക് അറിയാത്തത് കൊണ്ട് ചില പരിമിതികളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇത് കേരളത്തിൽ മൊത്തം ആളുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ബൈലക്സിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ നമുക്ക്, അതിൽ താങ്ങാവുന്ന ആളുകളല്ല ഇത് കേൾക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ഫോണിലാണെങ്കിൽ ഒരു റേഡിയോ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈലക്സിൽ ഒരു ഐഡിയ ഉപയോഗിക്കുമ്പോൾ അതെന്ത് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുക. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ 4 ആൾ റേഡിയോ കേൾക്കുന്നതിന് പകരം ഒരാളുടെ റേഡിയോയിൽ ബാക്കി ആളുകളും കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ ധാരാളം ആളുകൾക്ക് കേൾക്കാൻ അതിൽ അവസരം ഉണ്ടാവും. പുതിയ പുതിയ റൂമുകൾ തുറന്നാൽ പോലും ഒരു പക്ഷേ ഇതിന്റെ ഒരു പ്രയോജനം മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് കേൾക്കുന്നവരുടെ എണ്ണം മറ്റേതു പഠന രംഗത്തെക്കാളും അധികമായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളെ കേൾപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ സലഫി സെന്ററുകൾ, അതേപോലെ തന്നെ പള്ളികൾ, ഇതേപോലുള്ള പൊതുവായ പഠന കേന്ദ്രങ്ങളിലെല്ലാം തിങ്കളാഴ്ച ഇതിനു വേണ്ടി മാറ്റിവെക്കുകയും അത് ലൈവായി തന്നെ ആളുകൾക്ക് കേൾക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയാൽ നമ്മുടെ നാടുകളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരുപക്ഷെ ഇവിടെ കേൾക്കുന്നതിനേക്കാളും ആളുകൾ ഇതിന്റെ ബൈലക്സിന്റെയും അതേപോലെ തന്നെ salafi.tv.com ഒക്കെ മുന്നിൽ നിന്ന് ലൈവായിട്ട് ഇത് കേൾക്കാൻ അവസരമുണ്ടാകും. ഇന്ന് മുതൽ തന്നെ ഇതിലെല്ലാം നമുക്ക് പ്രക്ഷേപണം സാധ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ ദാവാ വോയിസിൽ ഈ പ്രസംഗം ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ അവസരമുണ്ടാകും. അതിലുപരി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് MP3 ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ CD-കളായിട്ടോ നമ്മൾ ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പൊതുവായൊരു പാക്കേജ് ആയിട്ട് കൊടുക്കാവുന്ന രൂപത്തിൽ ഈ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ ഏതു കാലത്തും ഉപയോഗിക്കുന്ന, ഇപ്പൊ നമ്മൾ അമാനി മൗലിക പരിഭാഷ ഉപയോഗിക്കുന്ന പോലെ ഏത് കാലത്തും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഠന സംരംഭമായിട്ടാണ് നമ്മൾ ഇതിനെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ പ്രയോജനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ധാരാളം ആളുകളെ കേൾപ്പിക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്കിത് മുടങ്ങാതെ പങ്കെടുക്കുവാനും എല്ലാം എന്തു ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഗൗരവപരമായ ഒരു ആലോചന നമ്മൾ നടത്തുകയും അതിന് അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സഹോദരങ്ങളെ, പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുക എന്നാണ് അർത്ഥം. നമ്മൾ പഠിക്കുന്നുണ്ടോ ആ പഠനത്തെ അനുസരിച്ചാണ് നരകത്തിന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് എത്താനും നമുക്ക് പറ്റുക. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അബൂബക്കർ സലഫിയാണ് നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നത്. നമ്മുടെ ഈ പഠന പരിപാടിയുടെ ആദ്യാവസാനം വരെ ഇൻഷാ അല്ലാഹ് അബൂബക്കർ സലഫി നമ്മുടെ കൂടെ ഉണ്ടാകും. അതിലുപരി നമ്മൾ മറ്റു പണ്ഡിതന്മാരെയും വ്യത്യസ്തമായ വിഷയങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിന്റെ തുടക്കം
നമ്മൾ തുടങ്ങുന്നതും അടുത്ത തിങ്കളാഴ്ചകളുടെ ക്ലാസ്സുകളിൽ ഇനിയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതും അബൂബക്കർ സലഫിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു നല്ല സംരംഭമാണ് സഹോദരങ്ങളെ. എത്ര കാലം ഈ ക്ലാസിന്റെ ഭാഗമാകാൻ നമ്മുടെ ആയുസ്സും ജീവിതവും നമ്മൾ അനുവദിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ജീവിക്കുന്ന സമയം അത്രയും നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയായി ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇതിന് വേണം. അതിലുപരി ഇതിന്റെ നിങ്ങളുടെ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന, ദീന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള, ലോകത്ത് ഒരുപാട് കാലം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് ഇത് ശരിയായ രൂപത്തിൽ നൽകാനും ഇതിൽ അബദ്ധങ്ങൾ വന്നു പോകാതിരിക്കുവാനും ഇത് ശരിയായ രൂപത്തിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ആധുനിക മീഡിയകൾ ഉപയോഗിക്കുവാനും നമുക്ക് എല്ലാവർക്കും ഇത് പഠിക്കുവാനുള്ള ഒരു നിരന്തര സൗഭാഗ്യം ഉണ്ടാകുവാനും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു പുതിയ സംരംഭം എന്ന നിലയ്ക്ക് ഇത് ഗൾഫിലും നാട്ടിലും വിദേശ രാജ്യങ്ങളിൽ എവിടെ ഇരിക്കുന്ന മലയാളികൾക്കും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ദിവസമായി ഈ തിങ്കളാഴ്ച മാറുവാനും ഈ സമയം പ്രയോജനപ്പെടുത്തുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു ഇത് പൂർണ്ണമായ പ്രയോജനം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ക്ലാസ് എടുക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്കും ഇത് കേൾക്കുന്നവർക്കും എല്ലാവർക്കും നാളെ പരലോകത്ത് വലിയൊരു പ്രയോജനം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായി തീരാൻ അള്ളാഹുവെ ഞങ്ങളെ നീ സഹായിക്കണമേ നാഥ. ഇത് പൂർത്തീകരിക്കുവാനും ഈ പഠനം പൂർണ്ണമായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ രക്ഷിതാവേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അബൂബക്കർ സലഫിയെ ക്ഷണിക്കും. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിൻ്റെ വിഷയങ്ങളെപ്പറ്റി ഒരു പഠന പരിപാടിയുടെ തുടക്കത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ദിറാസത്തുദ്ദീൻ എന്നാണ് നമ്മളിതിന് പേര് കൊടുത്തിട്ടുള്ളത്. ദീൻ പഠനം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ദീനിനെ പഠിക്കുക. അപ്പോൾ നമ്മുടെ ദീനിലുള്ള വിഷയങ്ങൾ പണ്ഡിതന്മാർ ഹെഡിങ്ങുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൽ അഖായിദ് എന്ന് പറയും, വിശ്വാസകാര്യങ്ങൾ. അതുപോലെ ആദാബ്, നമ്മുടെ ദീനിലെ മര്യാദകളെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ. പിന്നെ അഖ്ലാഖ്, സ്വഭാവങ്ങൾ. അതുപോലെ ഇബാദാത്ത്, ആരാധനാ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ആരാധനകളൊക്കെ. അതുപോലെ മുആമലാത്ത്, പെരുമാറ്റങ്ങൾ, മറ്റുള്ള ഇടപാടുകൾ. അങ്ങനെ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളായി ഇത് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശ്വാസകാര്യങ്ങളായതുകൊണ്ട് ആദ്യം മുസ്ലിം പണ്ഡിതന്മാരൊക്കെ, ഈ വിഷയം ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ, ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരൊക്കെ ആദ്യം ചർച്ച ചെയ്തിരിക്കുന്നത് വിശ്വാസപരമായ വിഷയങ്ങളെപ്പറ്റിയാണ്. അതുകൊണ്ട് നമ്മളും അങ്ങനെയാണ് തുടങ്ങുക. വിശ്വാസപരമായ വിഷയങ്ങൾ അത് ചർച്ച ചെയ്തതിന് ശേഷം അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുക
എന്ന അതേ രീതി തന്നെയാണ് നമ്മളിവിടെ തുടരുന്നത്. അപ്പോൾ ദിറാസത്തുദ്ദീൻ, ദീൻ പഠനം, ഈ ദീന്, ഞാൻ ഈ അഖീദ എന്ന ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ദീന് കൊണ്ടുള്ള ഉദ്ദേശം അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ. മതം എന്ന് പറഞ്ഞാൽ നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇസ്ലാം മതം, അതൊന്ന് മാത്രം. ഇസ്ലാം മതത്തിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇസ്ലാം എന്നതിന്റെ ഉത്തരം നമുക്കൊക്കെ അറിയാം. എന്നാൽ ഇതൊരു മുസ്ലിം അല്ലാത്ത ഒരാൾ ചിലപ്പോൾ കേൾക്കുന്നുവെങ്കിൽ ഇതെന്തോ ഒരു വർഗീയമായ കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എന്താണ് ഇസ്ലാമിനെ പറ്റി മാത്രം. അപ്പൊ അതിനൊക്കെയുള്ള ഒരു രണ്ട് കാര്യം ഞാനിവിടെ സൂചിപ്പിക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മൾ ഇസ്ലാമാണ് അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമായ മതം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളല്ലാത്തവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് കേട്ടാൽ ഒരു പക്ഷേ മുസ്ലിങ്ങളും ദേഷ്യം പിടിച്ചേക്കാം. കാരണം മുസ്ലിം എന്ന പേര് സ്വീകരിച്ചതുകൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇസ്ലാമിന് കുറെ വേറെ ദീനിന്റെ പിന്നാലെ പോയി ഈ ദീനിൽ നിന്ന് മാറി നിന്നാൽ അവൻ പരലോകത്തിൽ നഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലാണ് പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. വ റളീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 3-ാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിച്ച കാര്യമാണ്. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് തൃപ്തിപ്പെട്ട ദീന് ഏതാണെന്ന് ചോദിച്ചാൽ അത് മറ്റു മതങ്ങളല്ല. പല മതങ്ങളും ഇന്ന് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അതൊന്നുമല്ല അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യയോഗ്യമായത്. അള്ളാഹ് ഇസ്ലാം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അതേ അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ളൂ. ഈ കാര്യം പരിശുദ്ധ പ്രവാചകനും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലുള്ള ഒരു വചനം മാത്രം ഞാനിവിടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും, ഈ ഉമ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ റസൂൽ ഉദ്ദേശിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരുമാണ്. മാനവ സമൂഹത്തെ ഒന്നടങ്കം ഉദ്ദേശിച്ചിട്ടാണ് അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെപ്പറ്റി കേൾക്കുന്ന ഏതൊരു മനുഷ്യനും, അവൻ യഹൂദിയാവട്ടെ, വലാ നസ്രാനി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവട്ടെ, അങ്ങനെ അവരെന്നെപ്പറ്റി കേൾക്കുകയും സുമ്മ യമൂത്ത് എന്നിട്ട് പിന്നെ മരിച്ചു പോവുകയാണ്, വലം യുമിൻ ബില്ലദി ഉർസിൽതു ബിഹി, ഞാൻ ഏതൊരു കാര്യവുമായിട്ടാണോ അയക്കപ്പെട്ടത് അതിൽ അയാൾ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല, അങ്ങനെയാണ് അയാൾ മരിച്ചു പോകുന്നതെങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ മിൻ അഹ്ലിൻ നാർ, അവൻ നരകക്കാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ആ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ കാഫിറായിട്ടാണ് മരിച്ചു പോകുന്നത്, അവൻ നരകത്തിൽ തന്നെ എന്നാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ. ഇതെന്താ മുസ്ലിങ്ങളുടെ ഒരു മതത്തെപ്പറ്റി തന്നെ ഇങ്ങനെ വർഗീയമായി ഒരു അവതരണം എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അൽ ഇസ്ലാം ബി മഅനാഹുൽ ആം, മൊത്തത്തിൽ പൊതുവായി അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമുൽ വജ്ഹിലില്ല ബി മഅന തദല്ലുൽ വൽ ഇദ്ആൻ ലി അംരിഹി വൽ ഖുദൂ അൽ കാമിൽ ലഹു ബിൽ ജവാരിഹ് ലാഹിറൻ വ ബാത്തിന. ഏതൊരു മനുഷ്യന്റെയും മുഖത്തെ റബ്ബിന് കീഴ്പ്പെടുത്തുക, എങ്ങനെ? പരിപൂർണമായി കീഴൊതുങ്ങിക്കൊണ്ട്. അതുപോലെ ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ അവന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ പരമമായ വണക്കത്തോടുകൂടി അവന്റെ മുമ്പിൽ മുഖം കീഴൊതുക്കുക, സമർപ്പിക്കുക. ഇതിനാണ് ഇസ്ലാം എന്ന് പറയുക. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവരും ഈ രൂപത്തിൽ സന്നദ്ധരാവുന്നില്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭാഷയിൽ അവർ മുസ്ലിങ്ങളാവുന്നില്ല. അപ്പൊ ഇവിടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു കാര്യമാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ ശരിയല്ല. ആ തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത്. അത് അവർ തിരുത്തണം. ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ അവതരിപ്പിച്ച ദീനിന്റെ ഒരു പേരാണ് എന്ന നിലക്കാരും മനസ്സിലാക്കേണ്ടതില്ല എന്ന് ചുരുക്കം. ഈ ലോകത്ത് മനുഷ്യർ എന്ന് വാസം തുടങ്ങിയോ ആ മനുഷ്യർക്കിടയിൽ അള്ളാഹു അവതരിപ്പിച്ച, അവൻ ഇറക്കിക്കൊടുത്ത ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ റസൂൽ എന്ന നിലക്കറിയപ്പെടുന്ന മഹാനായ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം തന്റെ എതിരാളികളോട് പറയുന്ന വാക്ക്, ഫൈൻ തവല്ലൈത്തും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫമാ സഅൽതുക്കും മിൻ അജ്ർ, ഞാൻ എന്റെ ഈ പ്രവർത്തനത്തിന്, അദ്ദേഹം ഒരുപാട് കാലം അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, എന്നാൽ അതിനൊന്നും നിങ്ങളോട് ഞാനൊരു പ്രതിഫലം ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ പ്രതിഫലം അള്ളാന്റെ അടുത്താണ്, അവൻ തരും. പിന്നെ അദ്ദേഹം പറയുന്ന വാചകം, വ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ റസൂൽ എന്ന നിലക്കറിയപ്പെട്ട നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹം കൽപ്പിക്കപ്പെട്ടത് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ പ്രവാചക തറവാട്ടിലെ കാരണവർ എന്ന നിലക്ക് നമ്മളൊക്കെ പരിചയപ്പെടുത്തുന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാമൻ സഫിഹ നഫ്സഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തത്തെ വിഡ്ഢികളാക്കിയവർ മാത്രമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം അത് ഇഷ്ടപ്പെടാത്തവർ വിഡ്ഢികളാണ്, വിവരമില്ലാത്തവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പിന്നെ പറയുന്നതോ, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിലും നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, പരലോകത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും തീർച്ച. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ മുസ്ലിമാവുക. അസ്ലിം, നീ കീഴൊതുങ്ങുക, ജീവിതത്തെ സൃഷ്ടാവിന് മുമ്പിൽ സമർപ്പിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ സമ്പൂർണമായി കീഴടങ്ങുക. അതൊക്കെയാണ് അസ്ലിം എന്ന് പറഞ്ഞാൽ. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്നത് നീ മുസ്ലിം ആവുക എന്ന്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബിന് ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതേ കാര്യം, ഈ മുസ്ലിം ആവുക എന്ന കാര്യം, ആ കാര്യം അദ്ദേഹം സ്വന്തം തന്റെ മക്കളെ ഉപദേശിച്ചതാണ് തൊട്ടു താഴെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വസാബിഹ ഇബ്രാഹിമു ബനീഹി, ആ കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കളെ ഉപദേശിച്ചു. അതുപോലെ യാക്കൂബ് അലൈഹിസ്സലാം മറ്റൊരു പ്രവാചകനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ് അസ്തഫാ ലക്കുമുദ്ദീൻ, തീർച്ചയായും അള്ളാഹു ഈ ദീന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂത്തുന്ന, നിങ്ങളിലൊരാളും തന്നെ മരിക്കാൻ ഇടവരരുത്, ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ. അപ്പൊ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കുന്ന ഒരു പ്രശ്നം ഒരാൾക്കുണ്ടാവരുത്. എന്നിട്ട് യാക്കൂബ് അലൈഹിസ്സലാം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളോടുള്ള വസിയത്തും തുടർന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ, അം കുൻതും ശുഹദാ ഇത് ഹളറ യാക്കൂബൽ മൗത്ത്,
യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ആസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ സാക്ഷികളായിരുന്നുവോ? ഇത് ഖാലലി ബനി, യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഖാലു, അവര് പറഞ്ഞു, നഅബുദു ഇലാഹക്ക, നിങ്ങൾ ഏതൊരു ഇലാഹിനെയാണോ ആരാധിച്ചത് അതേ ഇലാഹ്, ലോകത്തിന്റെ സൃഷ്ടാവായ ആ റബ്ബിനെ. അതുപോലെ ഇലാഹ ആബായിക്ക, നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി, അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവരൊക്കെ ഏതൊരു ഇലാഹിനെയാണ് ആരാധ്യനെയാണ് ആരാധിച്ചിരുന്നത് അതേ ആരാധ്യനെ മാത്രമേ ഞങ്ങളും ആരാധിക്കുള്ളൂ. അതാരാ? ഇലാഹൻ വാഹിദ, ഒരേ ഒരു ആരാധ്യൻ, ആരാധനക്ക് 100% അർഹതയുള്ള, വേറൊരാൾക്ക് 1% പോലും അർഹതയില്ലാത്ത അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹൻ. അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് മക്കളുടെ മറുപടി കേട്ടിട്ട് നല്ല നിലക്ക് മരിച്ചുപോയ യാക്കൂബ് അലൈഹിസ്സലാം. എന്നിട്ടോ വനഹ്നു ലഹു മുസ്ലിമൂൻ, ഈ മക്കൾ പിതാവിനോട് പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന് മുസ്ലിങ്ങളായിട്ടേ ജീവിക്കുള്ളൂ, അങ്ങനെയും മരിച്ചു പോവുകയുള്ളൂ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ മുസ്ലിം ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പാർട്ടിയുടെ പേരാണ് എന്നാരും വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഈ ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പറയുന്ന പേരാണ് മുസ്ലിം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ജൂതന്മാര്, അതുപോലെ ക്രിസ്ത്യാനികൾ, അതുപോലെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ഇവരൊക്കെ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞ വാദഗതി അത് പരിശുദ്ധ ഖുർആൻ തിരുത്തുന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ജൂതന്മാർ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനായിരുന്നു. അതുപോലെ ക്രിസ്ത്യാനികൾ പറഞ്ഞു അദ്ദേഹം ഒരു നസ്രാനിയായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹ് തിരുത്തുന്നത് എങ്ങനെയാണ്? മാഖാന ഇബ്രാഹിം യഹൂദിയ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു യഹൂദിയായിരുന്നില്ല, ജൂതനായിരുന്നില്ല. വലാ നസ്രാനി, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയുമായിരുന്നില്ല. വലാകിൻ ഖാന ഹനീഫ, അദ്ദേഹം ഹനീഫായിരുന്നു, തന്റെ മുഖത്തെ സൃഷ്ടാവിലേക്ക് മാത്രം തിരിക്കുന്ന ആള്. ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ നോക്കുക, അവന് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ. അതുപോലെ മുസ്ലിമ, അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു, അദ്ദേഹം മുസ്ലിമായിരുന്നു. ആര്? ജൂതനായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല. പിന്നെ അവര് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലാണെന്ന് ബഹുദൈവാരാധകർ, അതുകൊണ്ട് അതും പറയാണ്. വമാ ഖാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളും ആയിരുന്നില്ല. ഇനി ഈ ഇബ്രാഹിം അലൈഹിസ്സലാം കാബ നിർമ്മിച്ചതിന് ശേഷം, കാബയുടെ നിർമ്മാണത്തിന് ശേഷം അവിടെ വെച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും നടത്തുന്ന ദീർഘമായ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന ഇതാണ്: റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വജിഅൽന മുസ്ലിമൈനിലക, ഞങ്ങളെ രണ്ടാളെയും നീ നിനക്ക് മുസ്ലിങ്ങളാക്കി മാറ്റണം. ഞാൻ മുസ്ലിമാവണം, എന്റെ മകൻ ഇസ്മായിൽ മുസ്ലിമാവണം എന്ന് പറഞ്ഞാൽ നിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുന്ന, നിന്നെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, അതുപോലെ നീ പറയുന്ന കാര്യങ്ങളുടെ മുമ്പിൽ കീഴൊതുങ്ങുന്ന, എന്തു പറയുന്നതും കേൾക്കുന്ന അവരുടെ പേരാണ് മുസ്ലിം. അങ്ങനെയുള്ള മുസ്ലിങ്ങളാക്കണേ. വമിൻ ദുര്യത്തിന്, അതുപോലെ ഞങ്ങളുടെ സന്താനങ്ങളെയും നീ മുസ്ലിങ്ങളാക്കണം. അവരൊക്കെ ഉമ്മത്തൻ മുസ്ലിമ, മുസ്ലിമത്തായ ഒരു സമൂഹമാവണം. ആ രൂപത്തിലുള്ള ഒരു വിഭാഗമാക്കി നീ മാറ്റണമേ. ഇതുപോലെ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥന, അദ്ദേഹത്തിന് അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട പ്രവാചകനായിരുന്നു. അവസാനം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ആ നേരം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞ വാചകം പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിങ്ങനെയാണ്: റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എന്റെ റബ്ബേ, നീ എനിക്ക് അധികാരത്തിൽ നിന്ന് ചിലത് നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, അതുപോലെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നീ എന്നെ പഠിപ്പിച്ചു. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച സൃഷ്ടാവേ, അൻത വലിയ ഫിദ്ദുന്യ വൽ ആഖിറ, നീയാണ് ദുനിയാവിലും പരലോകത്തിലും എന്റെ രക്ഷാധികാരി. പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തവഫനി മുസ്ലിമ, നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണമേ. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ,
നീ എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, അവരിലേക്ക് ചേർക്കണമേ. മഹാനായ മൂസ അലൈഹിസ്സലാം ഇസ്ലാമിലേക്ക് തന്റെ ജനതയെ ക്ഷണിച്ചത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നത് ഇങ്ങനെയാ: വഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗം, എന്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഫഅലൈഹി തവക്കലു, നിങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അതുപോലെ അദ്ദേഹത്തിന്റെ എതിരാളിയായ ഫിറഔൻ, ചരിത്രത്തിൽ ഫറോവ എന്ന നിലക്ക് അറിയപ്പെടുന്ന ധിക്കാരിയായ മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്ലാം പ്രഖ്യാപിച്ചൊരു സന്ദർഭം അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെപ്പോഴാണ്? മുങ്ങി മരിക്കും എന്ന് തോന്നിയപ്പോൾ. ഹത്താ ഇദാ അദറകഹുൽ ഗറഖു, ആ മുങ്ങി മരണം അത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ, ഖാല, അയാൾ പറഞ്ഞു, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ, ഇസ്രായേൽ വർഗം ഏതൊരു റബ്ബിലാണോ ആരാധ്യനിലാണോ വിശ്വസിച്ചത്, ആ ആരാധ്യനല്ലാതെ വേറെ ആരാധ്യനേയില്ല, ആ ആരാധ്യനിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പറയാം. അപ്പൊ ആൾക്കറിയാം മുസ്ലിം ആയാലേ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അവസാനം അയാൾ പറഞ്ഞു നോക്കി, ഞാൻ ഇതാ മുസ്ലിം ആകുന്നു. പക്ഷേ മനുഷ്യന്റെ റൂഹ്, അവന്റെ ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന, അല്ലെങ്കിൽ ആത്മാവ് തൊണ്ടൻകുഴിയിൽ എത്തുന്ന നേരത്ത് മുസ്ലിമായിട്ടുണ്ടെന്നോ പശ്ചാത്തപിച്ചിട്ടുണ്ടെന്നോ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. അതിന്റെ മുമ്പ് ചെയ്യണം. ഒരുപാട് അവസരങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. ഇതുപോലെ ഒട്ടേറെ സഹോദരന്മാർക്ക് അവസരങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിം ആവണം. അള്ളാഹുവിന്റെ നിയമങ്ങൾ 100% ജീവിതത്തിൽ പകർത്തുക, കഴിവിന്റെ പരമാവധി പകർത്തുക. എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ പശ്ചാത്തപിച്ച് മടങ്ങുക. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇനി ഈ മൂസ അലൈഹിസ്സലാമിന്റെ മോചനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഫിർഔൻ കൊണ്ടുവന്ന ജാലവിദ്യക്കാരുടെ കഥ അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ജാലവിദ്യക്കാർ എന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ള വടിയും കയറുകളും നിലത്തിട്ടപ്പോൾ അത് പാമ്പിനെ പോലെ ഇഴയുന്നത് മൂസ അലൈഹിസ്സലാമിന് തോന്നി. അദ്ദേഹം ഭയപ്പെട്ടു. ആ നേരം മൂസ അലൈഹിസ്സലാമിനോട് തന്റെ കയ്യിലുള്ള വടി നിലത്തിടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ സർപ്പമായി വരികയും അവരുടെ സിഹ്റ് കൊണ്ട് അവരുണ്ടാക്കിയ അവരുടെ ആ കാര്യങ്ങൾ, എഴഞ്ഞു നടക്കുന്ന ജീവികളെയൊക്കെ ഇത് വിഴുങ്ങിക്കളഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ജാലവിദ്യക്കാർ മുഴുവനും മുസ്ലിങ്ങളായി. ഈ നേരം അവരെ ഫിറഔൻ എതിർത്തു. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ അയാളിൽ വിശ്വസിച്ചു, അതുകൊണ്ട് എന്തു ചെയ്യും? നിങ്ങളെ ഞാൻ ശിക്ഷിക്കും, കൈകാലുകൾ വിലങ്ങനെ ഛേദിക്കും, അതുപോലെ ഈത്തപ്പനയുടെ മുകളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. ഈ നേരം ഈ സാഹിര്യങ്ങൾ, ജാലവിദ്യക്കാർ ഫിറൗനോട് പറയുന്ന വാചകം ഇങ്ങനെയാണ്: വമാ തൻഖിമു മിന്ന ഇല്ലാൻ ആമന്നാ ബി ആയാത്തി റബ്ബിന, ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നതാണ് നീ ഞങ്ങൾക്കെതിരെ കാണുന്ന കുറ്റം. ലമ്മാ ജാഅത്ന, ആ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു. അതാണല്ലോ ചെയ്യേണ്ടത്. അതാണിപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ കാണുന്ന കുറ്റം. അതുകൊണ്ട് റബ്ബന അഫ്രിഗ് അലൈന സബ്റ, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ, ക്ഷമിക്കാനുള്ള ആ കഴിവ്. എന്ത് പ്രതിസന്ധി വന്നാലും ഈ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശാലമായ ക്ഷമ ആവശ്യമാണ്. അത് നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. വ തവഫന മുസ്ലിമീൻ, ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മരിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ മരിച്ചെങ്കിലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ദഅവത്തും എല്ലാ നബിമാരുണ്ട്. ചിലത് ഞാനിങ്ങനെ ഒന്ന് കേൾപ്പിക്കുക എന്നുള്ളൂ. സുലൈമാൻ അലൈഹിസ്സലാം യമനിലുള്ള ബൽഖീസ് രാജ്ഞിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള കത്തൊന്നിങ്ങനെയാണ്: അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ, ഇങ്ങോട്ട് വരണം, എന്നിട്ട് മുസ്ലിങ്ങളായി വരിക എന്നാണ്. അപ്പൊ ആ റാണി മുസ്ലിമത്തല്ല, അതുകൊണ്ട് മുസ്ലിങ്ങളായി ഇങ്ങോട്ട് വരിക. ഈ ക്ഷണം അവർ സ്വീകരിച്ചു. അങ്ങനെ അവര് പിന്നെ പറയുന്ന വാചകം, ആ ബൽഖീസ് രാജ്ഞി പറയുന്ന വാചകം ഇങ്ങനെയാണ്:
അതെ, ഖാലത്ത് അവർ പറഞ്ഞു, റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അസ്ലംതു മഅ സുലൈമാൻ, ഞാൻ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കൂടെ ഞാനും ഇതാ മുസ്ലിമാവുന്നു, ഞാനും അദ്ദേഹത്തെ പോലെ മുസ്ലിമാവുകയാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനിതാ സുലൈമാൻ അലൈഹിസ്സലാം കീഴൊതുങ്ങിയ മുസ്ലിമായതുപോലെ ഞാനും ഇതാ മുസ്ലിമാവുന്നു, മുസ്ലിമത്താകുന്നു എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഇസ്രായേൽ വർഗത്തിൽ. ഒട്ടേറെ നബിമാർ വന്ന ഒരു വിഭാഗമാണ് ഇസ്രായേൽ വർഗം എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ വന്നത് മുഴുവനും ആ സന്തതികളിൽ നിന്നാണ് പിന്നെ നബിമാർ വന്നത്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ ഉള്ളവരെല്ലാം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ആ പ്രവാചകന്മാരെ പറ്റി പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്. സൂറത്ത് മാഇദ 44, ഇന്നാ അൻസൽന തൗറാത്ത, നമ്മൾ തൗറാത്ത് ഇറക്കി, ഫിഹ, അതിലുണ്ട്, ഹുദ, അതിൽ സന്മാർഗമുണ്ട്, വനൂർ, പ്രകാശമുണ്ട്, യഹ്കുമു ബിഹൻ നബിയൂന, അത് വെച്ചാണ് നബിമാർ വിധിക്കുക, തൗറാത്ത് വെച്ചിട്ട്. എങ്ങനെയുള്ള നബിമാർ? അല്ലദീന അസ്ലമു, മുസ്ലിങ്ങളായ നബിമാരാണവർ. ആ നബിമാർ തൗറാത്ത്, അതിൽ ഹുദയുണ്ട്, നൂറുണ്ട്, അത് വെച്ച് വിധിച്ചു. ലില്ലദീന ഹാദു, ജൂതന്മാർക്കിടയിൽ. അപ്പോ ആ നബിമാരെ പറ്റിയും ഒന്നടങ്കം ഇസ്രായേൽ വർഗത്തിലെ പ്രവാചകന്മാരെ പറ്റി പറയാൻ, അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നത്. ഈസാ അലൈഹിസ്സലാമിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയണം. മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ഈസാ അലൈഹിസ്സലാമിനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ വേറെ പ്രവാചകന്മാർ വന്നിരുന്നില്ല. ഈ ഈസാ അലൈഹിസ്സലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയം പറയണം. വൈദ് ഔഹൈതു ഇലൽ ഹവാരിയീൻ, ഹവാരിയീങ്ങളോട് നമ്മൾ വഹി നൽകിയ സന്ദർഭം ഓർക്കുക. മൂസാ അലൈഹിസ്സലാമിനെ സഹായിച്ച ഒരു പ്രത്യേക വിഭാഗമാണവർ. അൻ ആമിനു ബി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, വബി റസൂലി, എന്റെ ദൂതനിലും. ഖാലു, അവർ പറഞ്ഞു, ഹവാരിയീങ്ങൾ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, വഷ്ഹദ്, അതുകൊണ്ട് അല്ലാഹു നീ സാക്ഷ്യം വഹിക്കണം, ബി അന്നന മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അവർ സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെയുള്ള ലോകത്തുള്ള അമ്പിയാക്കൾ, അവരിൽ നിന്ന് ചിലതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനിയും ഒരുപാട് പ്രവാചകന്മാരുടെ പറയാനുണ്ട്. അപ്പൊ അതേ കാര്യം, അവരൊക്കെ ദഅവത്ത് നടത്തിയത് ഇസ്ലാമിലേക്കാണ്, അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. ഈ കാര്യം തന്നെയാണ് മുഹമ്മദ് നബിയും ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ആ കാര്യത്തെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്: അന ഔലൻ നാസി ബി ഈസ ഇബ്ൻ മറിയം, ഈസാ അലൈഹിസ്സലാമുമായി ജനങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും ബന്ധമുള്ളത് ഞാനാണ്. അപ്പൊ ഈസാ നബി ക്രിസ്ത്യാനികളുടെ ഒരു പ്രവാചകൻ എന്ന നിലക്കല്ല, ഈസാ അലൈഹിസ്സലാമുമായി ഏറ്റവും ബന്ധമുള്ള ആള് ഞാനാണ്. ഫി ദുനിയാവൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും. ലൈസ ബൈനി വ ബൈനഹു നബി, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ വേറൊരു പ്രവാചകൻ വന്നിട്ടില്ല. വൽ അംബിയ ഇഖ്വത്തുല്ലി അല്ലാത്ത്, എല്ലാ അമ്പിയാക്കന്മാരും വ്യത്യസ്ത ഉമ്മമാരിൽ നിന്ന് വന്ന സഹോദരന്മാരാണ്. ഉമ്മഹാത്തും ശത്ത, ഉമ്മമാർ വ്യത്യാസമുണ്ടെങ്കിലും ദീനുഹും വാഹിദ, അവരുടെ ദീനൊക്കെ ഒന്നാണ്. അപ്പൊ ലോകത്തുള്ള നബിമാരുടെ ഒക്കെ അതേ ദീന് തന്നെയാണ് മുഹമ്മദ് നബിയിലൂടെ ഒടുക്കം അള്ളാഹ് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് എന്നർത്ഥം. ചിലതൊക്കെ ശരീഅത്തിന്റെ വിഷയത്തിൽ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് ഇസ്ലാം ദീനിൽ തന്നെ ഉണ്ട്. ഇസ്ലാമിന്റെ തുടക്കത്തിലുള്ള കാര്യം ചിലപ്പോൾ ദുർബലപ്പെടുത്തിയിട്ടില്ലാത്തതൊക്കെ ഉണ്ടാവാം. ഇതുപോലെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ശരീഅത്തും പിൽക്കാലത്തുള്ള എന്തെങ്കിലും ചില വിഷയം, എന്ന അടിസ്ഥാന വിഷയങ്ങളൊക്കെ ഒന്ന് തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശുദ്ധമായ വിശ്വാസം, നമ്മുടെ വിശ്വാസം
അഖീദയെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പൊ ശരിയായ വിശ്വാസം പിന്നെ നമുക്ക് എവിടുന്നാ കിട്ടുക? എവിടുന്നാണ് ശുദ്ധമായ വിശ്വാസം മാനവ ലോകത്തിന് ഇനിയിപ്പൊ കിട്ടുക? അത് ഇസ്ലാമിൽ നിന്ന് ഒടുക്കം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹ് ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഇസ്ലാം. ആ ഇസ്ലാം എന്താണ്? അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അത് നമ്മൾ ഹദീസ്, സുന്നത്ത് എന്നൊക്കെ പറയും. അപ്പൊ ഇതാണ് ഇനി നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും സ്വീകരിക്കാനുള്ള വഴി. മുമ്പുള്ളവരൊക്കെ ഇസ്ലാം തന്നെയാണ് ദഅവത്ത് നടത്തിയത് എന്നതിൽ തർക്കമില്ല. എന്നാൽ എന്തുകൊണ്ട് ഇനി അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കിട്ടിയ ആ ഖുർആനും അതുപോലെ അതിന്റെ വിശദീകരണമായ ഹദീസിലും അതിൽ പ്രവേശിക്കണം ശുദ്ധമായ വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? മുമ്പുള്ളതൊക്കെ ഇസ്ലാം തന്നെയായിരുന്നുവെങ്കിലും അതിൽ ജനങ്ങൾ കൈകടത്തലുകൾ നടത്തി, അതിൽ അവർക്ക് വേണ്ടാത്തത് ഒഴിവാക്കിയിട്ടുണ്ട് അവര്. അതുപോലെ അവർക്ക് വേണ്ടത് അതിൽ ചേർത്തിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ വ്യാഖ്യാനമായ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഇതെന്തുകൊണ്ട് പറയുന്നു? ഈ കാര്യം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഖുർആനെ പറ്റിയും ഹദീസിനെ പറ്റിയൊക്കെ, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ ദിക്റിനെ ഇറക്കിയത് നാമാണ്. വ ഇന്നാ ലഹു ലഹാഫിളുൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കും. അപ്പൊ ഈ ദിക്ർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുസ്ലിം പണ്ഡിതന്മാരായ പണ്ഡിതന്മാരൊക്കെ, ആധികാരിക പണ്ഡിതന്മാർ മുഴുവനും ഈ ദിക്ർ ഖുർആനും ഹദീസുമാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. അപ്പൊ ഏതായാലും ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളുൻ, ഈ ദിക്ർ പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ ഹദീസുമൊക്കെ അത് നമ്മളാണ് ഇറക്കിയത്, നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളോ അത് അള്ളാഹ് സംരക്ഷിക്കൂലേ? സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ലേ? ഇല്ലേ ചോദിച്ചാൽ ഇല്ല, അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. അള്ളാഹ് സംരക്ഷണം ഏറ്റെടുത്തത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. മുമ്പുള്ളതിന്റെ സംരക്ഷണം അള്ളാഹ് ഏൽപ്പിച്ചത് പണ്ഡിതന്മാരെയായിരുന്നു. പക്ഷെ അവരാ ദൗത്യം നിർവഹിച്ചിട്ടില്ല. ആ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെ, സൂറത്ത് മാഇദ 44, ഇന്നാ അൻസൽന തൗറാത്ത, നമ്മൾ തൗറാത്ത് ഇറക്കി, ഫിഹ, അതിലുണ്ട് ഹുദ, അതിൽ നേർമാർഗമുണ്ട്, വനൂർ, പ്രകാശമുണ്ട്, യഹ്കുമു ബിഹൻ നബിയൂന അല്ലദീന അസ്ലമു, മുസ്ലിങ്ങളായ നബിമാർ അത് വെച്ചാണ് വിധിച്ചിരുന്നത്, ലില്ലദീന ഹാദു, ജൂതന്മാർക്കിടയിൽ, അതുപോലെ വർറബ്ബാനിയൂന വല്ലഹ്ബാർ, അതുപോലെ പണ്ഡിതന്മാർ, നല്ല പണ്ഡിതന്മാരൊക്കെ അത് വെച്ചിട്ടാണ്, തൗറാത്ത് അനുസരിച്ചിട്ടാണ് വിധിച്ചിരുന്നത്. ബിമസ്തുഹ്ഫിളു മിൻ കിതാബില്ല, അള്ളാന്റെ കിതാബ് സംരക്ഷിക്കണം എന്നവർ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട്. അള്ളാന്റെ കിതാബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ തൗറാത്താണ്. ആ തൗറാത്തിനെ ഏൽപ്പിച്ചത് ഈ അഹ്ബാറുകളെ, അതുപോലെ റബ്ബാനിയൂൻ എന്ന് തുടങ്ങുന്ന പണ്ഡിതന്മാരെയാണ് ഏൽപ്പിച്ചത്. വകാനു അലൈഹി ശുഹദ, അത് ഏൽപ്പിക്കപ്പെടുമ്പോൾ അവരതിന് സാക്ഷികളുമാണ്. പിന്നെ അവരോട് അള്ളാഹ് പറയാ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഫലാ തഖ്ശൗന്നാസ്, ജനങ്ങളെ നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ വഖ്ശൗനി, എന്നെ ഭയപ്പെടണം. വലാ തശ്തറൂ ബി ആയാത്തി സമനം ഖലീല, എന്റെ ആയത്തുകൾ കൊണ്ട് നിങ്ങൾ തുച്ഛമായ വിലക്ക് വിൽക്കരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വേദഗ്രന്ഥത്തിലുള്ളത് നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. തുച്ഛമായ വിലക്ക് വേണ്ടിയിട്ട് അതിൽ നിങ്ങൾ പലതും ചേർക്കാൻ പാടില്ല. അതുപോലെ സത്യം ഒളിപ്പിച്ചു വെക്കരുത്. അതുപോലെ അതിൽ നിന്ന് ചിലത് എടുത്തു മാറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർ പിൽക്കാലത്ത് ഉണ്ടായിരുന്ന വേറെ അധ്യായങ്ങൾ ഇനി ഇവിടെ വരുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയത് അതുകൊണ്ട് ആരും വിധിക്കുന്നില്ലയോ എങ്കിൽ ഫൗലായിക ഹുമുൽ കാഫിറൂൻ, അവരെത്രേ കാഫിറുകൾ. അപ്പൊ തൗറാത്ത് ഏൽപ്പിക്കപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും ആ ദൗത്യം അവർ നിർവഹിച്ചില്ല. അവർ ജനങ്ങളെ ഭയപ്പെട്ടു, അള്ളാഹുവിനെ അല്ല അവർ ഭയപ്പെട്ടത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ദീനിനെ മാറ്റിമറിച്ചു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ തൊട്ട് കളിക്കാൻ ഒരു കുട്ടിക്കും കഴിയില്ല. ഖുർആനും ഹദീസൊക്കെ ദുർവ്യാഖ്യാനം നടത്താം, പക്ഷെ ആ ദുർവ്യാഖ്യാനം നടത്തുന്നവരെ പിടികൂടാനും ഇന്ന് ഇസ്ലാം മതത്തിൽ എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്ന ഈ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അതിനെ ആരെങ്കിലും ദുർവ്യാഖ്യാനം നടത്തിയാൽ അതൊക്കെ പിടികൂടാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഒരായത്ത് നമ്മുടെ വക അതിലേക്ക് ചേർക്കാൻ ഒരാൾ കഴിയില്ല. ഒരായത്ത് അതിൽ നിന്ന് എടുത്തു മാറ്റി
മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഹദീസ് ഗ്രന്ഥങ്ങളും ഇവിടെ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അതിലേക്കൊരു ഹദീസ് ഒരാൾക്ക് ഇനി എഴുതി ചേർക്കാൻ കഴിയില്ല. എന്നാൽ മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് ശുദ്ധമായ വിശ്വാസം മാനവലോകത്തിന് ഇനി എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ അതിന് ഏക ഉത്തരം അത് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മാത്രമാണ്. ഈ അവസരത്തിൽ നമ്മുടെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ അവരുടെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ ചോദ്യമായി വന്നു. അതിനവർ മറുപടി കൊടുത്തതും കൂടി സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്താ അവരുടെ മുമ്പിൽ വന്ന പ്രശ്നം എന്നറിയോ? ഒന്ന്, അദ്ദഅവത്തു ഇലാ വഹദത്തിൽ അദിയാൻ, മതങ്ങളൊക്കെ ഒന്നാകാം, മതങ്ങളൊക്കെ പാടെ എല്ലാ ആശയങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നാക്കിക്കൂടെ എന്ന പ്രശ്നങ്ങളൊന്നുമില്ലാതെ. എന്നിട്ട് എന്തെല്ലാം ദീനുപടുണ്ട്, ജൂതമതം, ക്രിസ്തുമതം, അങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യുക? ഒന്നാക്കുക. അതുപോലെ ബിനാ മസ്ജിദ് വ ഖനീസ വ മഅബദ് ഫി മുഹീത്ത് വാഹിദ്, അതുപോലെ ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെ പള്ളി, അതിനോട് ചാരി തന്നെ ക്രിസ്ത്യൻ പള്ളികൾ, അതുപോലെ ബഹുദൈവാരാധകരുടെ ആരാധനാലയങ്ങൾ, അങ്ങനെ ഏതൊക്കെ മതവിഭാഗങ്ങളുണ്ടോ അവരുടെയൊക്കെ ആരാധനാലയം, അതൊക്കെ ഒരേ പ്രദേശത്ത് തന്നെ സ്ഥാപിക്കുക. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കണ്ട, എല്ലാവരും ഐക്യത്തിൽ ജീവിക്കാം, ഇതല്ലേ നല്ലത്. അതുപോലെ തിബാഅത്തുൽ ഖുർആൻ വത്തൗറാത്ത് വൽ ഇൻജീൽ ഫീ ഖിലാഫിൻ വാഹിദ്, അതുപോലെ പരിശുദ്ധ ഖുർആനും അതുപോലെ തൗറാത്തും ഇൻജീലും ഇതൊക്കെ എന്ത് ചെയ്യാം? ഒരു പുസ്തകത്തിൽ തന്നെ അടിക്കുക. ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് ഖുർആൻ, അത് കഴിഞ്ഞാൽ പിന്നെ തൗറാത്ത്, ബൈബിൾ പഴയ നിയമം, പിന്നെ ബൈബിൾ പുതിയ നിയമം, ഇതൊക്കെ ഒരുമിച്ചായിക്കോട്ടെ. ഇതുപോലെ ഏതൊക്കെ ദീന് മതം ലോകത്തുണ്ടോ അവർക്കൊക്കെ ഇങ്ങനെ വേദഗ്രന്ഥങ്ങൾ, അവർ ആദരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരൊറ്റ പുസ്തകമായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വേണ്ട, വിശാല മനസ്കതയല്ലേ അത് എന്ന രൂപത്തിൽ പലരും പറയുന്നുണ്ട്. എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിലപാട് എന്ന് സൗദി അറേബ്യയിലെ ആധികാരിക പണ്ഡിത സഭയുടെ മുമ്പിൽ ഈ ഒരു ചോദ്യം വന്നപ്പോ അവരതിന് മറുപടി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നൊരുപാട് മതങ്ങൾ ലോകത്തുണ്ടെങ്കിലും അതൊക്കെ ശരിക്കുള്ള ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പേരുകളിൽ വന്നതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഏതായാലും ഈ ഒരു ആശയം ജനങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇതൊക്കെ കേൾക്കാനും തൽക്കാലം ജനങ്ങളെ സുഖിപ്പിക്കാനൊക്കെ ഉഷാറായിരിക്കും. പക്ഷേ ഒരു മനുഷ്യന്റെ ഭാവി നല്ല നിലക്കാവണം, അവന് പരലോകത്തിൽ നഷ്ടം വരരുത് എന്ന് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യന് അവരെങ്ങനെയാണ് മറുപടി പറയുക എന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ മറുപടി നമുക്ക് കിട്ടും. അവർ പറയാം, ഇന്നമിൻ ഉസൂലിൽ ഇത്തിഖാദി ഫിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിത്തറ സിദ്ധാന്തങ്ങളിൽപ്പെട്ടതാണ്. വല്ലത്തി അജ്മാ അലൈഹൽ മുസ്ലിമൂൻ, അതുപോലെ മുസ്ലിങ്ങൾ അവർക്ക് ഇജ്മാ ഉണ്ട്, ഐക്യ കണ്ടേനെ, അവർ തീരുമാനത്തിലെത്തിയ, അവർ ഉറപ്പിച്ച വിഷയം എന്തെന്നറിയങ്ങൾ, അന്നഹു ലാ യൂജദു അലാ വജ്ഹിൽ അർളി ദീനുൻ ഹഖ് സിവാ ദീനിൽ ഇസ്ലാം, ഇന്ന് ഭൂമുഖത്ത് സത്യദീൻ എന്ന നിലക്ക് ഒരേ ഒരു ദീന്, മതം മാത്രമേ ഉള്ളൂ, അത് ഇസ്ലാം മതമാണ്. വൈന്നവു ഖാത്തിമത്തുൽ അദിയാൻ, മതങ്ങളിൽ ഒടുക്കം വന്ന മതമാണത്. അതുകൊണ്ട് മുമ്പ് വന്ന ഇസ്ലാം ഓരോ വിഭാഗത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ വന്ന ഇസ്ലാം, അതിനൊക്കെ വ്യതിചലനങ്ങൾ ആൾക്കാർ ഇടപെട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഒടുക്കം വന്ന ആ ദീനുണ്ടല്ലോ, ആ ദീന് മാത്രമാണ് സത്യദീന്. അതുകൊണ്ട് മറ്റുള്ളതെല്ലാം ഇപ്പൊ ദുർബലപ്പെട്ടിട്ടുണ്ട്. ഈ സത്യദീൻ നാസിഹുല്ലി ജമീമ ഖബുലഹു മിനൽ അദിയാൻ, അതിന്റെ മുമ്പ് വന്ന ദീനുകളെയൊക്കെ അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകണ്ട എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുത്ത് സ്വീകാര്യമായ ദീൻ മതം ഇസ്ലാം മതമാണ്, അത് മാത്രമാണ്. അതുപോലെ അല്യവും അക്മൽതു ലക്കും എന്ന് തുടങ്ങുന്ന സൂറത്ത് മാഇദയിലെ വചനം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇന്ന് മാനവരാശിക്ക് കിട്ടിയ ആ ദീനല്ലാത്ത വേറൊരു ദീനിനെ പറ്റി ഒരു കുട്ടിയും ഇനി ചിന്തിക്കാൻ പാടില്ല. അതുപോലെ ഇന്നൽ ഖുർആന ഹുവ ആഖിറു കുതുബില്ല, പരിശുദ്ധ ഖുർആൻ അള്ളാഹ് ആകാശലോകത്ത് നിറക്കിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒടുക്കത്തെ ഗ്രന്ഥമാണ്. വഇന്നഹു നാസിഖുൽ കുല്ലി കിതാബ്,
അതിന്റെ മുമ്പിറക്കപ്പെട്ട ഏതെല്ലാം വേദഗ്രന്ഥങ്ങളുണ്ടോ അതിനെ മുഴുവനും അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, സത്യവുമായി യാഥാർത്ഥ്യവുമായി ഈ ഗ്രന്ഥം താങ്കൾക്ക് നമ്മൾ ഇറക്കി തന്നു. ഇത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് അതിനെ സത്യപ്പെടുത്തുക. അതിലുള്ള സത്യങ്ങൾ വേണ്ടതെല്ലാം ഖുർആനിലുണ്ട്. ഇനി വേറെ വേദഗ്രന്ഥം തേടി പോകേണ്ടതില്ല. വ മുഹൈമിനൻ അലൈഹി, പിന്നെ അതിന്റെ മുകളിലുള്ള സ്ഥാനമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇതിവിടെ ഉണ്ടാവുമ്പോൾ ഇനി വേറെ ഒരു ഗ്രന്ഥത്തിന്റെയും പിന്നാലെ, വേദഗ്രന്ഥത്തിന്റെ പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തെപ്പറ്റി, പരിശുദ്ധ ഖുർആനെ പറ്റി നമുക്ക് പറഞ്ഞു തരാം. മൂന്നാമത്തെ കാര്യം, മറ്റുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം ഈ ഖുർആൻ കൊണ്ട് മൻസൂഖത്തായിട്ടുണ്ട്, ദുർബലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലഹിഖ തഹരീഫ്, അതിലൊക്കെ ഭേദഗതി വന്നിട്ടുണ്ട്. മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഭേദഗതി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയാം. ഫബിമാ നഖ്ലിഹിം മീസാഖഹും, അവർ കരാറുകൾ ലംഘിച്ചതുകൊണ്ട്, ലഅന്നാഹും നമ്മൾ അവരെ ശപിച്ചിരിക്കുന്നു. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയങ്ങളെ നമ്മൾ കടുത്തതാക്കി മാറ്റി. അവരുടെ തെറ്റെന്തെന്നറിയ, ഒരു തെറ്റ്, യുഹർരിഫൂനൽ കലിമ അൻ മവാളിഇഹി, വാചകങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഭേദഗതി ചെയ്യുന്നവരാണ് അവർ. അള്ളാഹുവിന്റെ വാചകങ്ങളെ, അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ഭേദഗതി നടത്തുന്നവരാണവർ എന്നാണ് അവരെ പറ്റി പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതുന്നവർക്ക് നാശം. സുമ്മ യഖൂലൂന, സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയിട്ട് അവരെന്താ പറയുന്നത്, ഹാദാ മിൻ ഇൻദില്ല, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ്, ഇത് അള്ളാന്റെതാന്ന് പറയും. അവരെഴുതി ചേർക്കുക, അള്ളാന്റെതാന്ന് പറയാ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്താ, ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, അതുകൊണ്ട് തുച്ഛമായ വില വാങ്ങാൻ വേണ്ടിയിട്ട്. ഫവൈലുല്ലഹും മാ കതബത് മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് എഴുതിയതുകൊണ്ട് അവർക്ക് നാശം. വൈലുല്ലഹും മിമ്മാ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് അതിലൊക്കെ അവർക്ക് നാശം എന്നാണ് അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു ഹദീസും അവർ കൊടുക്കുകയാണ്. എന്താണ് ഹദീസ്? ഇനി മുമ്പുള്ള പ്രവാചകന്മാരുടെ പിന്നാലെയല്ല പോകേണ്ടത്, ആ പ്രവാചകന്മാർ തന്നെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നാൽ അവരും വേറൊരു ദീനായി ഞങ്ങളും പ്രവാചകന്മാരല്ലേ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി അംഗീകരിക്കാതെ ജീവിച്ചാലോ അവർ പോലും നരകത്തിൽ പോകേണ്ടി വരും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഖത്താബ് തൗറാത്തിന്റെ ഒരു കഷ്ണം കിട്ടിയപ്പോ അത്ഭുതത്തോടുകൂടി റസൂലിന്റെ അടുത്തുനിന്ന് വന്നു, എനിക്കൊരു തൗറാത്തിന്റെ കഷ്ണം കിട്ടിയെന്ന് പറഞ്ഞു. റസൂലിന് ആ വരവ് ഇഷ്ടപ്പെട്ടില്ല. റസൂല് പറഞ്ഞു, ലൗകാന മൂസ ഹയ്യൻ, ഇന്ന് മൂസ അലൈഹിസ്സലാം എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, ലമാ വസിയഹു ഇല്ലത്തിബായി, എന്നെ പിന്തുടരല്ല അദ്ദേഹത്തിന് വേറെ ഒരു മാർഗവുമില്ല. ഞാനും ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ്, വളരെ പ്രധാനപ്പെട്ട നബിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ തൗറാത്ത് പോയി വേറെ ജനങ്ങളെ വളർത്തിയെടുക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നിൽ വിശ്വസിക്കാതെ മാറി നിന്നാൽ അദ്ദേഹം നരകത്തിൽ പോകും എന്നാണ് അതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞത്. പിന്നെ ഇവര് പറഞ്ഞു, ഈ പണ്ഡിത സഭ, ഇന്ന റസൂലന ഖാതമുൻ നബി, നമ്മുടെ പ്രവാചകൻ ഒടുക്കത്തെ പ്രവാചകനാണ്. ഈ ഒടുക്കത്തെ പ്രവാചകന്റെ ഒരു പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാചകം, ആയത്ത് ഇവരെടുത്തു കൊടുക്കുകയാണ്. അതെന്താണെന്നറിയോ, വൈദ് അഖദല്ലാഹു മീസാഖൻ നബീന, മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് നബിമാരുണ്ടല്ലോ, അവരോടൊക്കെ അള്ളാഹ് കരാറ് വാങ്ങിയ സന്ദർഭം ഓർക്കുക. ലമാ ആതൈതുക്കും മിൻ കിതാബി വ ഹിക്മ, നിങ്ങൾക്ക് നമ്മൾ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അതുപോലെ ഹിക്മത്ത് തന്നിട്ടുണ്ട്. സുമ്മ ജാഅക്കും റസൂലുൻ, ഇനി ശേഷം നിങ്ങൾക്കൊരു നബി വന്നാൽ, ഒടുക്കത്തെ റസൂലിനെ പറ്റി പറയുന്നത്. മുമ്പുള്ള നബിമാരോട് പറയാ, ഇനി ഒടുക്കം അന്ത്യപ്രവാചകൻ വരും. ആ പ്രവാചകൻ മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളുടെ കയ്യിലുള്ള സന്ദേശത്തെയൊക്കെ സത്യപ്പെടുത്തി വരുന്ന പ്രവാചകനാണ്. അങ്ങനെ ആ നബി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലതുഅ്മിനുന്ന ബിഹി, ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. വല തൻസുറുന്നഹു, ആ റസൂലിനെ മുഹമ്മദ് നബിയെ നിങ്ങൾ സഹായിക്കുക തന്നെ വേണം. ഖാൽ, എന്നിട്ട് അള്ളാഹ് പറഞ്ഞതിന് ശേഷം ഇവരോട് ചോദിക്കുക, ആ അഖ്റർതും, നിങ്ങൾ അംഗീകരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഖാലു വ അഖദ്തും അലാ ദാലികും ഇസ്രി, എന്റെ കരാർ നിങ്ങൾ സ്വീകരിച്ചോ? ഖാലു, എല്ലാ നബിമാരും പറഞ്ഞു, അഖ്റർ, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കാലത്ത് ആ പ്രവാചകൻ വന്നാൽ ഞങ്ങൾ ആ പ്രവാചകനെ സഹായിക്കും, ആ പ്രവാചകനെ വിശ്വസിക്കും. പക്ഷെ അവരുടെ കാലത്ത് ഒടുക്കത്തെ നബി വരില്ലല്ലോ, അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവരുടെ അണികളോട് പറയണം,
പിൽക്കാലത്ത് മുഹമ്മദ് നബി വന്നാൽ എന്റെ അണികൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം. ഞാൻ ഇന്ന നബിയുടെ ആളാണ്, മാറി നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാൽ അപകടമാണ്. അതുകൊണ്ട് ഇനി മാനവരാശിക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണമായ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായ ഹദീസുകൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അതിലൂടെ നമ്മൾ ശുദ്ധമായ വിശ്വാസങ്ങളും അതിലെ ശുദ്ധമായ വിശ്വാസങ്ങളുള്ളൂ, അതിലെ ശുദ്ധമായ കർമ്മങ്ങളുള്ളൂ. അപ്പൊ രക്ഷ കിട്ടണമെങ്കിൽ, കലർപ്പില്ലാത്ത വിശ്വാസങ്ങളും കർമ്മങ്ങളും കിട്ടണമെങ്കിൽ ഇനി മാനവരാശിയുടെ മുമ്പിൽ ഏക മാർഗം അത് പരിശുദ്ധ ഖുർആനാണ്, അതുപോലെ തിരുസുന്നത്താണ് എന്ന വസ്തുതയാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ വിഷയം അഖീദ. ആദ്യം അതാണ് തുടങ്ങുന്നത് പറഞ്ഞല്ലോ. ഒരുപാട് വിഷയങ്ങളുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാമിന്റെ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ അഖീദ, വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമായി ഖുർആനിലും സഹിഹായ ഹദീസിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസ കാര്യങ്ങളുടെ തൂണുകൾ എന്ന നിലക്ക് അറിയപ്പെടുന്ന ചില അടിസ്ഥാന വിശ്വാസങ്ങളുണ്ട്. അത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. അത് 6 കാര്യങ്ങളാണ്. ആ കാര്യം ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വന്നു. ആർക്കും പരിചയമില്ല. തൊട്ടടുത്താണെങ്കിൽ അവർക്ക് പരിചയം ഉണ്ടാവും. അപ്പൊ ദൂരത്തുനിന്ന് വന്ന് എന്നാലോ വിയർപ്പിന്റെ അടയാളങ്ങളൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം റസൂലിന്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, റസൂലിനോട് ഓരോ കാര്യം ചോദിക്കാൻ. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം, മൽ ഈമാൻ, എന്താണ് ഈമാൻ, എന്താണ് ഈമാൻ, എന്താണ് വിശ്വാസം? ആ സമയം റസൂൽ എണ്ണിക്കൊടുത്തു വിശ്വാസത്തിന്റെ അടിത്തറകൾ. എന്താണത്? അൻ തുഅ്മിന ബില്ലാഹ്, താങ്കൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, വ മലായികത്തി, അവന്റെ മലക്കുകളിലും വിശ്വസിക്കുക, വ റുസുലി, അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക, വ കുതുബി, അവൻ ഇറക്കിയ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും, അതുപോലെ വ തുഅ്മിൻ ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി, അതുപോലെ വിധിയിലും അതിന്റെ ഖൈറിലും ഷെറിലും നീ വിശ്വസിക്കുക. അപ്പൊ ഈ 6 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അടിത്തറ വിശ്വാസങ്ങൾ എന്നർത്ഥം. ഈ കാര്യം പല സ്ഥലങ്ങളിലായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 6ഉം ഒരു സ്ഥലത്ത് എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കാര്യം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നിങ്ങനെയാ, ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, പുണ്യം എന്നത് നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കലല്ല, വലാകിന്നൽ ബിർറ, എന്നാൽ എന്താണ് പുണ്യം, അത് മൻ ആമന ബില്ലാ. അപ്പൊ പുണ്യം എന്ന നിലക്ക് അതിന്റെ ഏറ്റവും മുകളിലുള്ളത്, ഇസ്ലാമിന്റെ സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ട്, എന്നാലും മുകളിലുള്ള എല്ലാം ഒരേ തട്ടിലല്ല. ഏറ്റവും മുകളിലുള്ള പുണ്യം പറയാണ് ഇവിടെ. അതേതാണ്? മൻ ആമന ബില്ലാ, അള്ളാഹുൽ വിശ്വസിച്ചവൻ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും, വൽ മലായികത്തി, മലക്കുകളിലും, വൽ കിതാബി, വേദഗ്രന്ഥത്തിലും, വന്നബീന, പ്രവാചകന്മാരിലും. അപ്പൊ ഇവിടെ 5 കാര്യം എണ്ണിപ്പറഞ്ഞു. പിന്നെ ഖലാഖദറിനെ പറ്റി സൂറത്ത് ഖമറിൽ 49-ാമത്തെ ആയത്ത്, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാ കാര്യവും നമ്മൾ സൃഷ്ടിച്ചുള്ളത് ഒരു കണക്കനുസരിച്ചിട്ടാണ്, ഒരു വിധി പ്രകാരമാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ അഖീദയുടെ അടിത്തറയിൽപ്പെട്ട 6 കാര്യമാണ് പറഞ്ഞത്. ഈ അഖീദ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇന്നാരുടെ അഖീദ എങ്ങനെയാണ്, മറ്റാരുടെ അഖീദ അങ്ങനെയാണ്. അതുകൊണ്ട് എന്താണ് ഈ അഖീദ? എന്താ ഈ അഖീദ എന്ന് പറഞ്ഞാൽ? അഖീദ എന്ന് പറഞ്ഞാൽ അഖായിദ് ഹിയൽ ഉമൂർ അല്ലത്തി തുസദ്ദിഖു ബിഹൻ നുഫൂസ്. അഖീദ എന്ന് പറയുന്നത് മനുഷ്യന്മാർ അവരുടെ ഹൃദയങ്ങളിൽ സത്യപ്പെടുത്തുന്ന കാര്യങ്ങൾ. വതകൂനി യഖീനൻ, അത് അവന്റെ ഹൃദയത്തിൽ ഉറപ്പായിരിക്കും. എങ്ങനെ? പിന്നെ അത് ലാ യുമാസിജുഹ റൈബ് വലാ ശക്ക്, അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ച് സത്യം ചെയ്യുന്ന, സത്യപ്പെടുത്തുന്ന, യാതൊരു സംശയമില്ലാത്ത കാര്യം, യാതൊരു റൈബ്, ഒരു സംശയവുമില്ല, അങ്ങനെയുള്ള കാര്യമാണ് ഈ അഖീദ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അഖീദ നല്ലതും ഉണ്ടാവും മോശം ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അല്ല അഖീദത്ത് സഹിയ, സഹിയായ അഖീദ എന്ന് പറഞ്ഞാൽ ഖുർആന്റെയും ഹദീസിന്റെയും പിൻബലമുള്ളതായിരിക്കും സഹിയായ വിശ്വാസം എന്ന് പറയണേ. അല്ലാതെയും പല വിശ്വാസങ്ങളും ഓരോരുത്തർക്കുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വേറെ വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്.
ഇനി ഇതിന്റെ ഭാഷാർത്ഥം പറയാം. അഖദ എന്നാണല്ലോ ഇതിന്റെ അടിത്തറ അഖീദന്റെ. അഖദൽ ഹബിൽ എന്ന് പറഞ്ഞാൽ കയറിനെ ശബ്ദ ബാളഹു ബി ബാൾ, ചിലതിനെ ചിലതുമായി കൂട്ടി ഘടിപ്പിച്ചു എന്നാണ്. ശരിക്ക് കൂട്ടി ഘടിപ്പിക്കുക. നഖീൽ ഹല്ലി, അതിനെ അഴിക്കുന്നതിന്റെ നേരെ എതിര് കൂട്ടിക്കെട്ടുക. അപ്പൊ അതിനാണ് അഖീദ ഉണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ ഹൃദയവുമായി കൂട്ടിക്കെട്ടുക, പിന്നെ ഹൃദയത്തിൽ നിന്ന് അത് പോകൂല, അതുമായി നമ്മൾ ശരിക്ക് റൈബോ സംശയം ഒന്നുമില്ലാത്ത രൂപത്തിൽ നമ്മുടെ മനസ്സിൽ രൂഢമൂലമൂയ കാര്യങ്ങളാണ് അഖീദ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യുആഖിദുല്ലാഹു ബിൽ ലഗ്വി ഫി ഐമാനിക്കും, നിങ്ങളുടെ സത്യം ചെയ്യലിൽ ചിലപ്പോ ചില വഴി വരില്ല, ഓർക്കാതെയൊക്കെ വല്ലാഹി എന്നൊക്കെ പറയും. ശ്രദ്ധിക്കാതെ അങ്ങനെ വന്നു പോയാൽ അതിനൊന്നും അല്ലാഹ് പിടികൂടൂല. എന്നാ അങ്ങനെ സത്യം ചെയ്യുമ്പോ വലാകിൻ യുആഖിദുക്കും ബിമാ അഖത്തുമുൽ ഐമാൻ, നിങ്ങൾ സത്യം ഉറപ്പിച്ച് ചെയ്തത്, അതാ അഖീദയിലുണ്ടാകും. അത് നമ്മൾ ഹൃദയവുമായി കൂട്ടിഘടിപ്പിച്ച് കെട്ടിയിട്ടിട്ട് അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടാവും. അതിനല്ല വെറുതെ വിടൂല, അത് നിങ്ങൾ സത്യം ചെയ്ത് പാലിക്കേണ്ട വേണ്ടിരും, അല്ലെങ്കിൽ പിടികൂടും. അപ്പൊ ഈ അഖദ അല്ലെങ്കിൽ അഖീദ എന്നത് ഭാഷാപരമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തതാണ്. അത് ഹൃദയത്തിൽ ശരിക്ക് ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള അഖീദ അതിനെപ്പറ്റി ഇൽമിയാണ്, ഖൽബിയാണെന്ന് പറയാം. അതൊരു വൈജ്ഞാനിക മേഖലയാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ പ്രവൃത്തിയുമായി ബന്ധമില്ല. ഏതിന്? ഈ അഖീദക്ക് പ്രവൃത്തിയുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ഇസ്ലാമിന്റെ അഖീദ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണോ അഖീദ അത് അങ്ങനെ തന്നെ ഹൃദയവുമായി ബന്ധിപ്പിച്ചിട്ട് ഒരു സംശയവും പിന്നെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അഖീദ എന്ന് പറയാവുമ്പോ അതിന് അമലുമായിട്ട് ബന്ധമില്ല എന്ന്. ഇവിടെയാണ് നമ്മൾ അഖീദയും ഈമാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഈമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം എന്നാണ് സാധാരണ പറയാം. അഖീദ എന്ന് അറിയുമ്പോഴോ അപ്പോഴും വിശ്വാസം എന്നറിയും. അത് മലയാളത്തിന്റെ ഒരു തകരാറാണ്. ഇത് രണ്ടിന് കൃത്യമായൊരു പരിഭാഷ കൊടുക്കാൻ മലയാളത്തിൽ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ അമലുമായി ബന്ധിപ്പിക്കുകയാണ് ഈമാൻ. ഇവിടെയാണ് ഈമാനും അഖീദയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയൊക്കെ ഇപ്പൊ വിശ്വാസ കാര്യങ്ങൾ ഈമാൻ എന്ന് പറഞ്ഞാൽ തൂമിന ബില്ല, നീ അള്ളാഹുൽ ഈമാൻ കൊള്ളുക. ഈമാൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തിൽ കെട്ടിയിട്ട് ബന്ധിപ്പിച്ച് ഒരിക്കലും സംശയം ഉണ്ടാകാത്ത രൂപത്തിലാകും. ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യം അത് മാത്രം മതിയോ? പോരാ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് സലഫികൾ നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്, നിർവചനം. അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദും ബിൽ ജിനാൻ, ഹൃദയത്തിൽ വിശ്വാസം, ഹൃദയം കൊണ്ട് വിശ്വസിക്കൽ. വനുതുഖും ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉച്ചരിക്കൽ. അമലും ബിൽ അർക്കാൻ, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അമല് ചെയ്യൽ. ഇത് മൂന്നും അടങ്ങണം, അപ്പോഴേ ഒരാൾക്ക് ഈമാൻ എന്ന് പറയുള്ളൂ. അതല്ലാതെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഒരാൾ പറയുകയും അയാൾ അമല് ചെയ്യുന്നില്ലെങ്കിലോ ആ അഖീദ ഇസ്ലാമിന്റെ ഭാഷയിൽ ഒന്നുമല്ല, അതൊരു കാര്യമില്ല. ഏതുപോലെ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസത്തിൽ എന്താ കുഴപ്പം? മനസ്സിൽ അള്ളാഹ് പറയുന്നത് ശരിയാണ്, ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യേണ്ട ആൾ തന്നെയാണ്, കാരണം അള്ളാഹ് പറഞ്ഞ ഞാൻ കേൾക്കേണ്ടതാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അയാൾക്കറിയാലോ. ആൾക്കറിയില്ല ഇബ്ലീസിന്. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ആ അറിവിനെതിരെ അമല് ചെയ്യാണ്. അപ്പൊ തന്റെ മനസ്സിലുള്ള വിശ്വാസം ഒന്ന്, പ്രവൃത്തി വേറൊന്ന്. അതുകൊണ്ട് ആ വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതുപോലെ ഫറോവ ചക്രവർത്തിയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയാണ്, മൂസ അലൈഹിസ്സലാം കൊണ്ടുവന്ന മോചത്തുകളൊക്കെ അത് മൂസ അലൈഹിസ്സലാമിന് ഒറ്റ കൊണ്ടുവരാൻ കഴിയില്ല എന്നയാൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പറയല് പരിശുദ്ധ ഖുർആനാ പറയാ. മനുഷ്യരുടെ മനസ്സറിയുന്ന അള്ളാഹു, ആ അള്ളാഹു സുബ്ഹാനഹു തആല പറയാം, വജഹദൂ ബിഹാ, ആ ദൃഷ്ടാന്തങ്ങളിലൊക്കെ അവർ നിഷേധിച്ചു. വസ്തൈഖനത്ഹാ അൻഫുസുഹും, എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ അത് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അവര് മൂസാ അലൈഹിസ്സലാമിലൂടെ വന്ന മോചത്തുകളൊക്കെ അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്, മൂസാ അലൈഹിസ്സലാം സത്യനബിയാണ് എന്നീ അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്? ളുൽമൻ വ ഉലൂവ, അക്രമം കൊണ്ടാണ്, അതുപോലെ ധിക്കാരം കൊണ്ടാണ്. അപ്പൊ ഈ ധിക്കാര മനസ്ഥിതി വരുമ്പോ മനസ്സിൽ 100% ഉറപ്പിച്ച് വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾക്കെതിരെ ആൾക്കാർ അമലെയും. അതുകൊണ്ട് ആ വിശ്വാസങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല. അതുപോലെ മൂസ അലൈഹിസ്സലാം അയാളോട് പറഞ്ഞു, ലഖദ് അലിംത മാ അൻസല ഹൗലായി ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 9 ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നു മൂസ അലൈഹിസ്സലാമിലൂടെ അവർക്ക് വെളിപ്പെട്ട. ആ 9 ദൃഷ്ടാന്തങ്ങളും ഇറക്കിയത് അള്ളാഹുവാണ് എന്ന് ഫിറൗനെ നിനക്ക് ശരിക്കറിയാമല്ലോ. അതിന് ഫിറൗൻ എതിർത്തിട്ടില്ല, ഫിറൗൻ അത് അറിയാം.
ഇതുപോലെ അഹ്ലു കിതാബിനെ പറ്റി, ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് മുഹമ്മദ് നബിനെ ശരിക്കറിയാമായിരുന്നു എന്നാണ്. അവർക്കറിയാം. ആ കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നമ്മൾ വേദഗ്രന്ഥം നൽകിയവർ, യാരിഫൂന, അവർക്ക് ആ പ്രവാചകനെ അറിയാം, കമാ യാരിഫൂൻ അബ്നാഹും, സ്വന്തം കുട്ടികളെ അറിയും പോലെ, നമ്മുടെ മക്കളെ നമുക്കറിയാം, അതുപോലെ മുഹമ്മദ് നബി അവർക്കറിയാം. അതുകൊണ്ട് പ്രവാചകൻ വരുന്നതിന്റെ മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും വരാനുള്ള നബി വരാനായിട്ടുണ്ട്. കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ ഒടുക്കം വരുന്ന നബിയെ പറ്റിയുള്ള പരാമർശമുണ്ട്. അതുകൊണ്ട് അവര് പറഞ്ഞു കൊടുത്ത വിവരണം അനുസരിച്ചാണ് അങ്ങ് അകലെ നിന്ന് പേർഷ്യയിൽ നിന്ന് സൽമാൻ ഫാരിസിക്ക് നബിയെ തേടി വന്നത്. അങ്ങനെ നബി വരും, മക്കയുടെ അല്ലെങ്കിൽ മദീനയുടെ ഭാഗത്തെത്തും എന്നൊക്കെ ആര് പറഞ്ഞു കൊടുത്തതാ? അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തതാണ്. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ടത്. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമായിരുന്നു. എന്നിട്ടും അവർ കള്ള നബി എന്ന് പറയണം. അവരുടെ മനസ്സിലെ വിശ്വാസങ്ങൾക്കെതിരെയാണ് അഹങ്കാരപൂർവ്വം അസൂയ കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ വേറെ അഹങ്കാരം അസൂയൊന്നും അല്ല നോക്കുക, വേറെ ദുനിയവി താല്പര്യം കൊണ്ടും മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിനനുസരിച്ചല്ലാതെ അമല് ചെയ്യുന്നവരുണ്ടാവാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബൂ ത്വാലിബ്. അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ശരിക്ക് സത്യമാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു. മുഹമ്മദ് നബി സത്യനബിയാണ് എന്ന് ബോധ്യമുള്ള ആളാണ്. അള്ളാഹുവാണ് അദ്ദേഹത്തിന് സന്ദേശം കൊടുക്കുന്നതെന്ന് അറിയാവുന്ന ആളാണ്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം വിശ്വസിച്ചില്ല? ആ കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അഖീദ ഉണ്ട് എന്നർത്ഥം. റസൂലിനെ പറ്റിയുള്ള അഖീദ ക്ലിയറാ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി, മുഹമ്മദ് നബിയിലൂടെ വന്ന ഈ ദീന്, അതിനെപ്പറ്റി എനിക്കറിയാം. അത് മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ എത്ര ദീൻ വന്നിട്ടുണ്ടോ ആ ദീനിൽ ഏറ്റവും നല്ല ദീന് മുഹമ്മദ് നബിയിലൂടെ വന്ന ഈ ദീനാണ് എന്നെനിക്കറിയാം. വലൗലൽ മലാമത്തു ഔ ഹിദാറു മസബ്ബത്തി, എന്നാൽ വേറെ ചില ആൾക്കാർ എന്നെ ആക്ഷേപിക്കുമെന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ, എല്ലാവരും ഞാനിപ്പോ നല്ലൊരവസ്ഥയിലാണ് നാട്ടിലുള്ളത്, ഞാൻ അങ്ങോട്ട് നിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ പിന്നെ അവനും ആ ലൈനായി, വളരെ നല്ല ആളായിരുന്നു, ഇപ്പൊ വളരെ മോശമായി എന്നൊക്കെ എന്നെപ്പറ്റി ഈ സമയം അവരാക്ഷേപിക്കുന്ന ആ പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ പിന്നാലെ വരുമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? അബൂ ത്വാലിബ് പറയുന്നത്. അപ്പൊ പല താല്പര്യങ്ങളും അവരുടെ മനസ്സിന്റെ ഉള്ളിലെ വിശ്വാസങ്ങൾക്കെതിരെ മനുഷ്യന് നിലപാട് സ്വീകരിക്കാൻ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇനിയിവിടെ നമ്മൾ പറഞ്ഞത് ആദ്യം വിശ്വാസകാര്യമാണ്. ആ വിശ്വാസകാര്യത്തിൽ തന്നെ എണ്ണിപ്പറഞ്ഞപ്പോ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ആദ്യം തന്നെ എന്താ പറയുക? അള്ളാഹുവിലുള്ള വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട അഖീദയാണ് ഇപ്പൊ ഈ പറയുന്നത്. ഏത്? റബ്ബിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം. അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് സംസാരിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം ആദ്യം, അതാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഇസ്ലാമിന്റെ അഖീദയിലെ അടിസ്ഥാന വിഷയങ്ങളിൽ ആദ്യമുള്ളത് അൽ അഖീദത്തു ഫില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. ഇതാണ് ഒന്നാമത്തത്, വളരെ പ്രധാനപ്പെട്ട. അതിന്റെ പ്രാധാന്യമൊന്നും എന്റെ നാവ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. ലോകത്ത് ഒരുപാട് നല്ലവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും നല്ലവരായ അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കളിൽ തന്നെ മുർസലീങ്ങൾ, റസൂൽമാർ എന്ന നിലക്ക് ഒന്നുകൂടി പ്രാധാന്യം കൂടിയവർ, അതിൽ ഉലുൽ അസ്മ് എന്ന നിലക്ക് വീണ്ടും പ്രാധാന്യം കൂടിയവർ, അതിൽ 2 ഖലീലുമാർ, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇവരുടെയൊക്കെ ചരിത്രം വളരെ താല്പര്യപൂർവ്വം നമ്മൾ കേൾക്കും, പഠിക്കും. ഇതല്ലാത്ത മനുഷ്യരുടെ ചരിത്രം തന്നെ കേൾക്കും. എന്നാൽ ഏറ്റവും അഷറഫായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം, റസൂലിനെ പറ്റിയുള്ള വിവരം, ആ വിവരം നേടുക എന്ന് പറഞ്ഞ വലിയ ഇബാദത്താണല്ലോ. അതിനേക്കാളൊക്കെ എത്ര വലിയ ഇബാദത്താണ് അള്ളാഹിനെ പറ്റിയുള്ള വിവരം നേടുക എന്ന് പറയുന്നത്. റബ്ബിനെ പറ്റിയുള്ള വിവരം, അതാണ് ആദ്യമുള്ളത്. ഇപ്പൊ സൂറത്ത് അസ്ർ, വൽ അസ്ർ എന്ന് തുടങ്ങുന്നത്, അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇമാം ഷാഫി പറഞ്ഞു, മനുഷ്യർക്കായി അള്ളാഹ് ഈ സൂറത്ത് മാത്രം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതെന്നെ മതിയായിരുന്നു, എല്ലാ കാര്യത്തിലുണ്ട്. കാലം തന്നെ സത്യം, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്, വിശ്വസിച്ചവർ ഒഴികെ, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. അതുപോലെ പിന്നെ
സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക, ക്ഷമ കൊണ്ട് ഉപദേശിക്കുക, ഇത് ചെയ്തവരൊഴികെ. അപ്പൊ 4 കാര്യമാണ് പറയണത്. അപ്പൊ ഒന്ന് ഈമാൻ കാര്യം പറയണം. ഈമാനുണ്ടെങ്കിൽ ആദ്യം ഇൽമ് വേണം. എന്നിട്ട് ഈ ഇൽമ ഏതാണ്? ആ ഇൽമ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ലോകത്തിലെ മനുഷ്യന്മാരൊക്കെ നേടേണ്ട ഇൽമെന്താ? അത് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനെ പറ്റി അറിയലാണ്. റബ്ബിനെ പറ്റി അറിയൽ, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ തന്റെ റസൂലിനെ പറ്റി അറിയൽ, തന്റെ ദീനിനെ പറ്റി അറിയൽ. ഇത് അറിയാതെ ഒരു മനുഷ്യന് ഈ ലോകത്തുനിന്ന് മരിച്ചു പോവാൻ ഇടവരരുത് എന്നാണ്. മഹാന്മാരായ ചില പണ്ഡിതന്മാരുടെ വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സലഫി ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം തുടങ്ങിയവരൊക്കെ. ഇമാം ഇബ്നുൽ ഖയ്യിം പറയാം, ഇന്ന ദഅവത്ത റസൂൽ, ലോകത്ത് റസൂൽമാർ വന്നിട്ടുണ്ടല്ലോ, അവരുടെ ദഅവത്ത്, അവരുടെ ക്ഷണം, തദൂറു അലാ സലാസത്തി ഉമൂർ, അത് 3 കാര്യങ്ങളിൽ ചുറ്റി നിൽക്കുന്നതാണ്. 3 കാര്യം. അതിലൊന്നാമത്തെ എന്തറിയും? ഇത് വലിയ പണ്ഡിതന്മാരെ പറയണം. അവര് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള മഹാപണ്ഡിതന്മാര് പറയാം, ലോകത്ത് അള്ളാഹ് റസൂൽമാരെ പറഞ്ഞയച്ചു, അവരുടെ ദഅവത്തിനെ പറ്റി, ലോകത്ത് നബിമാർ നടത്തിയ ദഅവത്ത്, അത് 3 വിഷയമാണെന്നാണ് പറയണം. അതിലൊന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? താരീഫുർ റബ്ബ് അൽ മദ്ഊ ഇലൈ, ഏതൊരു റബ്ബിലേക്കാണോ ഈ നബിമാർ ക്ഷണിക്കുന്നത്, ആ റബ്ബിനെ പരിചയപ്പെടുത്തുക. എങ്ങനെയാ പരിചയപ്പെടുത്തുക? നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുക. അങ്ങനെ ചില ആൾക്കാർ ഈ ലോകത്ത് സൃഷ്ടാവിനെ പറ്റി പരിചയപ്പെടുത്തലുണ്ട്. കുറെ ശരി വരും, ഒരുപാട് അബദ്ധങ്ങളും വരും. അതുകൊണ്ട് എങ്ങനെയാ റബ്ബിനെ പരിചയപ്പെടേണ്ടത്? എങ്ങനെയാ നബിമാര് പരിചയപ്പെടുത്തിയത്? റബ്ബിനെ ബി അസ്മാഇ, അവന്റെ നാമങ്ങൾ കൊണ്ട്, വ സിഫാത്തി, അവന്റെ വിശേഷണങ്ങൾ കൊണ്ട്, വ അഫ്ആലിഹി, അവന്റെ പ്രവൃത്തികൾ കൊണ്ട്. അപ്പൊ ലോകത്തിന്റെ രക്ഷകനായ, അതിന്റെ പരിപാലകനായ റബ്ബായ സൃഷ്ടാവുണ്ടല്ലോ, അവനെ എങ്ങനെ അറിയാം? അവന്റെ നാമങ്ങൾ കൊണ്ട്. എവിടുന്ന അവന്റെ നാമം കിട്ടുക? അള്ളാഹ് തന്നെ പറഞ്ഞിരണം. എവിടുന്ന് അവന്റെ വിശേഷണം കിട്ടുക? അത് അള്ളാഹ് പറഞ്ഞിരണം. അവന്റെ പ്രവൃത്തികൾ കൃത്യമായിട്ട് എവിടുന്ന കിട്ടുക? അത് റബ്ബെന്നെ പറഞ്ഞിരണം. അതിലൂടെ റബ്ബിനെ പരിചയപ്പെടുത്തുക. ഇതാണ് ലോകത്ത് നബിമാർ ചെയ്ത ഒന്നാമത്തെ ദൗത്യം. ഈ രണ്ടാമത്തെ കാര്യം തന്നത്. രണ്ടാമത്തെ കാര്യം മഅരിഫത്തു തരീഖത്തിൽ മൂസിലത്തി ഇലൈഹി, ആ റബ്ബിലേക്ക് എത്താനുള്ള മാർഗം അത് പറഞ്ഞു കൊടുക്കുക, അത് വിവരിച്ചു കൊടുക്കുക. എന്താണ് ആ മാർഗം? വയ്യദിക്റുഹു, ആ റബ്ബിനെ ഓർക്കൽ, വശുക്റു, ആ റബ്ബിന് നന്ദി കാണിക്കൽ, ഇബാദത്തു, അവൻ ഇബാദത്ത് ചെയ്യൽ, അല്ലത്തി തജ്മു കമാല ഹുബ്ബിഹി വ കമാല ദുല്ലി ഇലൈഹി, എങ്ങനെയുള്ള ആരാധനകൾ, എങ്ങനെയുള്ള നന്ദി, അതുപോലെ എങ്ങനെയുള്ള ദിക്റുകൾ, ഇതൊക്കെ അള്ളാഹുവിനോട് ഉള്ള സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ കമാലുല്ലി ഇലൈഹി, അതുപോലെ പരമമായ വണക്കം, അങ്ങേയറ്റത്തെ വണക്കം റബ്ബിന്, പൂർണ്ണത, ആ രൂപത്തിൽ എത്തുന്ന രൂപത്തിലുള്ള ഇബാദത്ത്, ശുക്ർ, ദിക്ർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ റബ്ബിലെത്തും. അങ്ങനെ റബ്ബ് പറഞ്ഞ പണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് നബിമാരുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ട് എന്നറിയിക്കലാണ് അടുത്ത നബിമാരുടെ ദൗത്യം. അതാണ് താരീഫുഹും മാലഹും ബഅദൽ വുസൂലി ഇലൈഹി ഫീ ദാരി കറാമത്തിഹി. അങ്ങനെ റബ്ബ് പറഞ്ഞതനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വച്ച സ്വർഗം, അതിൽ മിനൻ നഈം, അതിലുള്ള അനുഗ്രഹങ്ങൾ വർണ്ണിച്ചു കൊടുക്കുക. അല്ലദീ അഫ്ളലു, അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം റിളാഹു എന്നും അള്ളാഹിന്റെ തൃപ്തിയാണ്. നമുക്കൊരാൾ പലതും തന്നു, അയാൾക്ക് തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു മതിപ്പുണ്ടാവില്ല. എന്നാൽ സ്വർഗലോകം അത് അവർണ്ണനീയമാണ്. അതിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകുന്ന റബ്ബ് നമ്മളെപ്പറ്റി പൂർണ്ണനായ തൃപ്തനാണ്. അതുപോലെ തജല്ലീഹി ലഹും വ റുയതിഹിം, അതുപോലെ ആ റബ്ബ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ ആ റബ്ബിനെ അവർ കാണുക എന്നത് മഹാ അനുഗ്രഹമാണ്. പല അനുഗ്രഹങ്ങളും കിട്ടി. ഇനി നിങ്ങളോട് ഞാൻ കരാർ ചെയ്തൊരു കരാർ, അതിലേക്ക് അത് നടപ്പാക്കാൻ പോവാണെന്ന് അള്ളാഹ് പറയുമ്പോൾ എല്ലാവരും പറയും ഇനി എന്ത് അനുഗ്രഹമാണ്, ഞങ്ങൾ കിട്ടിയത് തന്നെ എന്തൊരു വലിയ അനുഗ്രഹമാണ്,
ഇതിനും വലിയ അനുഗ്രഹം വേറുണ്ടോ? ആ നേരമാണ് റബ്ബിന്റെ മറ നീക്കപ്പെടുകയും റബ്ബിനെ സത്യവിശ്വാസികൾ കാണുകയും ചെയ്യുന്നത്. ആ നേരം മറ്റുള്ളതൊക്കെ അവർക്ക് നിസ്സാരമായി തോന്നും. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹം റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ പരലോകത്ത് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. അതിൽ വലിയ അനുഗ്രഹം റബ്ബിനെ കാണുക, കിലീമുയ്യാമ, റബ്ബ് നമ്മോട് സംസാരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ കിട്ടും. ഈ കാര്യം പറഞ്ഞു കൊടുക്കുക. ഇതിനു വേണ്ടിയാണ്, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്ത് അമ്പിയാക്കൾ വന്നിട്ടുള്ളത്, റസൂൽമാർ വന്നിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയന്റെ ഒരു വാചകം കൂടി വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കാല ഇബ്നു തൈമിയ, അദ്ദേഹം പറയാണ്, വൽ ഖുർആനു, പരിശുദ്ധ ഖുർആൻ, ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാ വ സിഫാത്തിഹി, റബ്ബിനെ പരിചയപ്പെടണം. ആ റബ്ബിനെ പരിചയപ്പെടൽ എങ്ങനെയെന്നാ പറയുന്നത്. അതിലെന്താണ് പരിശുദ്ധ ഖുർആനിലുണ്ട്? പരിശുദ്ധ ഖുർആനിൽ റബ്ബിന് നാമങ്ങളുണ്ട്. സിഫാത്തി, അതുപോലെ റബ്ബിന്റെ വിശേഷണങ്ങളുണ്ട്. വഫ്അലി, പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കി അള്ളാഹുവിന്റെ പ്രവൃത്തികളുണ്ട്. എന്തൊക്കെയാണ് അത്? അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അഖ്ലി വശുർബി വന്നിക്കാഹി ഫിൽ ജന്ന, സ്വർഗത്തിൽ നമ്മൾ ഭക്ഷിക്കുന്നതിനെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മറ്റ് അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊക്കെ പറയുന്നതിനേക്കാളേറെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാന്റെ നാമങ്ങളെ പറ്റിയാണ്, അവന്റെ വിശേഷണങ്ങളെ പറ്റിയാണ്, അവന്റെ പ്രവൃത്തികളെ പറ്റിയാണ് എന്നർത്ഥം. വൽ ആയാത്തുൽ മുതളമ്മിനത്തുൽ ദിക്രി അസ്മാഇല്ലാഹി വ സിഫാത്തിഹി, അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന ആയത്തുകൾ, അത് ആളമു ഖദറം മിൻ ആയാത്തിൽ മഅദ്, പരലോകത്തെപ്പറ്റി പറയുന്ന ആയത്തുകളുണ്ടല്ലോ ഖുർആനിൽ, അതിനേക്കാൾ വലിയ വിലയുണ്ട്, സ്ഥാനമുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തും വളരെ പ്രധാനപ്പെട്ട സംശയമില്ലല്ലോ. എന്നാലും ആയത്തുകൾക്കിടയിൽ പോരിശയിൽ ഏറ്റപ്പെട്ടുണ്ട് എന്നതിൽ ഒരു തർക്കമില്ല. അത് ഇവിടെയും ആ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഫഅഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ, എന്നിട്ട് തെളിവ് സഹിതം വിശദീകരിച്ചു തരാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് അതേതാണ്? അത് ആയത്തുൽ കുർസിയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, ഉബയ്യ് ഇബ്നു കഅബിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അതദ്രി അയ്യ ആയത്തിൻ ഫി കിതാബില്ലാഹി അഅ്ലം, അള്ളാന്റെ കിതാബിൽ ഏതായത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മഹത്തരമായത് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ഉബയ്യ് പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, ആ ആയത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നെഞ്ചത്ത് കൂട്ടി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ആ വിവരം അദ്ദേഹത്തിന് കിട്ടിയല്ലോ. അപ്പൊ ഈ ആയത്ത് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചോദിക്കുന്നത്. ഇതിലെന്താ സ്വർഗത്തെപ്പറ്റി പറയുന്നുണ്ട്? ഇതിലില്ല. നരകമല്ല ഇതിലെ വിഷയം. അതുപോലെ ഈ ലോകത്ത് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല. പിന്നെയോ ഇതില് അള്ളാഹുവിനെ പറ്റിയാണ് ചർച്ച. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം ഇതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഈ ഒരൊറ്റ ആയത്ത് അത് മുസ്തമിലത്തുൻ അലാ അശർജും, 10 വചനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കുല്ലു ജുംലത്തിൽ, ഓരോ വാചകങ്ങളും ലഹാ മായനൻ അലീം, മഹത്തായ അർത്ഥാണ്. ഒന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല, അതാണ് ഒരു വാചകം. അതുപോലെ അൽ ഹയ്യുൽ ഖയ്യൂം 2, പിന്നെ ലാ തഖുദു സിനത്തും വലാ നൗം, അതാണ് 3, ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അതാണ് 4, പിന്നെ മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി 5, യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും 6, വലാ യുഹീതുന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാ, അത് 7. അതുപോലെ വസിയ കുർസിയു സമാവാതി വൽ അർദ് 8, 9 വലാ യഊദു ഹിഫ്ളുഹുമാ 10 വഹുവൽ അലിയുൽ അലീം. എന്നിട്ട് ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് 38 പാഠങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. റബ്ബിന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ, ഇതടങ്ങിയതാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ അടങ്ങിയ ആയത്തുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ഇബ്നു തൈമിയ്യന്റെ അടുത്ത വാചകം എന്താ നിങ്ങൾ? വഅഫ്ളലു സൂറത്തിൻ സൂറത്തു ഉമ്മിൽ ഖുർആൻ, ഒരു ആയത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അധ്യായങ്ങൾ എടുത്താലോ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം അത് ഫാത്തിഹ സൂറത്താണ്. എന്തുകൊണ്ടാണത്? ഫാത്തിഹ സൂറത്തിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലം യൻസിൽ ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീൽ, തൗറാത്തിലോ അതുപോലെ ഇൻജീലിലോ, വലാ ഫിസ് സബൂർ, അതുപോലെ സബൂറിലോ, വലാ ഫിൽ ഖുർആൻ, അതുപോലെ ഖുർആനിൽ തന്നെയും ഈ വേദഗ്രന്ഥങ്ങളിലൊന്നും മിസ്ല ഫാത്തിഹ സൂറത്തിന് സമാനമായ വേറൊരു അധ്യായം ഇറക്കപ്പെട്ടിട്ടേയില്ല. വഹിയ സബൂൽ മസാനി, അതാണ് സബൂൽ മസാനി. അതുപോലെ വൽ ഖുർആനുൽ അലീം, മഹത്തായ ഖുർആൻ. ഒരൊറ്റ സൂറത്തിന് എന്നാൽ മഹത്തായ ഖുർആൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ടുള്ളത്.
അല്ലദീ ഊതീതുഹു, ഞാൻ എനിക്ക് കിട്ടിയ മഹത്തായ ഖുർആനാണ് ഈ ഫാത്തിഹ സൂറത്ത്. ഇതിൽ എന്താ വിഷയം? റബ്ബിനെ പറ്റിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ റബ്ബുൽ ആലമീനാണ്, റഹ്മാനാണ്, റഹീമാണ്. ഇതിങ്ങനെ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. റബ്ബിനെ പറ്റി, അവന്റെ നാമങ്ങളെപ്പറ്റി, അവന്റെ വിശേഷണങ്ങളെപ്പറ്റി പറയുന്ന അധ്യായങ്ങൾക്കും അതുപോലെ ആയത്തുകളുമൊക്കെ മറ്റ് ആയത്തിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ റബ്ബിനെ അറിയൽ അത്ര പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആന്റെ 1/3 സമം എന്നാണ്. സൂറത്തുൽ ഇഖ്ലാസിൽ പരലോകത്തെപ്പറ്റി പരാമർശമല്ല, അവിടെ മനുഷ്യന്മാർ അനുഭവിക്കുന്ന സുഖങ്ങളെ പറ്റിയല്ല, മറിച്ച് റബ്ബിനെ പറ്റി പരിചയപ്പെടുത്തലാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, ഒരു വാചകം കൂടി, ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ വാചകം, മസാഖീനു അഹ്ലി ദുനിയ, ഈ ദുനിയാവിലെ പാവങ്ങൾ ആരാണ്? 5 പൈസക്ക് വകയില്ലാത്തവരല്ല, അല്ലെ 4 കവലുകളിൽ അവിടെ കടന്നുറങ്ങുന്ന ആൾക്കാരല്ല, അതല്ലേ വീടില്ലാത്തവനല്ല. ഈ ദുനിയാവിലെ പാവങ്ങൾ, മിസ്കീനുമാരാരാന്നറിയോ? ഖറജൂ മിന്ന, അവർ ഈ ദുനിയാവിലേക്ക് വന്നു, എന്നിട്ട് ദുനിയാവിൽ നിന്ന് മരിച്ചു പോവാൻ. വമാദാഖു അത്യബമാ ഫീഹ, ഈ ദുനിയാവിലുള്ള ഏറ്റവും നല്ലത് ആസ്വദിക്കാതെ മരിച്ചു പോകുന്നവർ, അവരത്ര ഈ ദുനിയാവിലെ ഏറ്റവും പാവങ്ങൾ. ആ നേരം അദ്ദേഹത്തോട് ചോദിച്ചു, വമാ അത്യബമാ ഫീഹ, ഈ ദുനിയാവിലെ ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും നല്ലത്, ആസ്വാദ്യകരം അതേതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഅരിഫത്തുള്ള, അത് റബ്ബിനെ അറിയലാണ്. മഹബ്ബത്തു, അവനെ സ്നേഹിക്കലാണ്. വൽഉൻസു ബി ഖുർബി, അല്ലാഹ് സമീപസ്ഥനാണ് എന്ന നിലക്കുള്ള മനസ്സിന്റെ ഇണക്കണ്ടല്ലോ. വശൗഖ് ഇലാ ലിഖാഹി, ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള താല്പര്യം. അപ്പൊ ഈ റബ്ബിനെ അവന്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അറിയാം. ഇതിനെപ്പറ്റി അറിയാതെ ഈ ലോകത്തിലേക്ക് എങ്ങനെ ജനിച്ചുവോ അതേപോലെ തന്നെ മരിച്ചു പോകുന്ന മനുഷ്യന്മാർ, അവരാണ് ഈ ലോകത്തിലെ സാധുക്കൾ. വല്ലജബു മിൻ ഹാലി അക്സരിന്നാസ്, അധിക മനുഷ്യരുടെയും കാര്യം അത്ഭുതകരമാണ്. കൈഫയൻഖലി സമാൻ, എങ്ങനെയാണ് അവർ കാലം കഴിച്ചു കൂട്ടുന്നത്. വയൻഫുദുൽ ഉംർ, അവരുടെ വയസ്സങ്ങ് തീർന്നു പോകുന്നു. വൽ ഖൽബു മഹ്ജൂബുൻ മാ ശമ്മ ലിഹാദാ റായിഹ, അവരുടെ ഹൃദയം ഇടപ്പെടുകയാണ്. അവർ ഈ റബ്ബിനെ പറ്റിയുള്ള അറിവ്, അതിന്റെ ഒരു വാസന പോലും അവർ കിട്ടുന്നില്ല. വഖറജ മിന ദുനിയാ കമാ ദഖല ഇലൈഹ, ദുനിയാവിൽ നിന്ന് ആ ദുനിയാവിലേക്ക് ഏത് രൂപത്തിലാണ് അവർ പ്രവേശിച്ചത്? അവർ വിവരമില്ലാതെയാണ് ദുനിയാവിലേക്ക് വന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ അവർ അറിയേണ്ട തന്റെ റബ്ബിനെ പറ്റി ഒരു വിവരവുമില്ലാതെ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരുന്ന മനുഷ്യന്മാർ, അവരാണ് ഈ ലോകത്തിലെ പാവങ്ങൾ എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിനെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് പരിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ, അള്ളാന്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ റബ്ബ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞേ മതിയാവൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.